എൻ്റെ കുഞ്ഞുങ്ങളെ പഠിപ്പിച്ച അവൾ തന്നെ, ഞാനല്ല, ഞാനൊന്നുമല്ല, 2 പിള്ളേരെ പഠിപ്പിച്ചതാ. ചൂരൽമലയിലും മുണ്ടക്കയിലും ഉണ്ടായതുപോലെ അനൗൺസ്മെൻറ്റിൽ മാത്രം ഇത് നിർത്താനാണ് ഉദ്ദേശിക്കുന്നതെങ്കിൽ ഞങ്ങളും വെറുതെ ഇരിക്കില്ല. അത് കട്ടായമാണ്, കട്ടായം. ഇവിടെ വെറുതെ ഇരിക്കാൻ ഞങ്ങൾ ഉദ്ദേശിക്കുന്നില്ല. ഈ കുടുംബത്തെ അനാഥമാക്കി വിടുവാൻ ഒരു കാരണവശാലും സമ്മതിക്കത്തില്ല. ആ ചെറുപ്പക്കാരന്റെയും ചെറുപ്പക്കാരിയുടെയും അമ്മയെ കേരളത്തിന് മുന്നിൽ നഷ്ടപ്പെടുത്തി കളഞ്ഞതിന്റെ ഒന്നാമത്തെ പ്രതിയാണ് മന്ത്രി വീണ. നിങ്ങളാണ് ഒന്നാമത്തെ പ്രതി. ആരോഗ്യം, വിദ്യാഭ്യാസം തുടങ്ങിയ കേരളം വലിയ നേട്ടമുണ്ടാക്കിയിട്ടുള്ള മേഖലകളിൽ അവക്കെതിരായി വമ്പിച്ച പ്രചാരവേലകളാണ് UDFും ചില മാധ്യമങ്ങളും ഇപ്പോഴും അണിനിരന്നിട്ടുള്ളത്. നമസ്കാരം. ബിന്ദുവിൻ്റെ വേർപാടിൽ നീറുകയാണ് തലയോലപ്പറമ്പിൽ ഒരു കുടുംബം. ബിന്ദുവിൻ്റെ ഒരൊറ്റ അധ്വാനത്തിലായിരുന്നു ആ കുടുംബം പ്രതീക്ഷകളോടെ മുന്നോട്ട് പോയിരുന്നത്. മകൾ നവമിയുടെ തുടർ ചികിത്സയും സർക്കാർ ജോലിയും എന്നത് അനാഥമാക്കപ്പെട്ട നിർധന കുടുംബത്തിൻ്റെ ന്യായമായ ആവശ്യങ്ങളാണ്. ഇന്ന് ബിന്ദുവിൻ്റെ ചിത എരിയുമ്പോൾ കേരളത്തിൽ പ്രതിഷേധത്തിൻ്റെ തീ ആളുകയാണ്. ഇതൊക്കെ രാഷ്ട്രീയ പ്രചാരവേലയാണോ എന്നത് നാടിൻ്റെ പൊതുമനസാക്ഷി തീരുമാനിക്കട്ടെ. നമ്പർ 1 ആരോഗ്യ കേരളത്തിലെ സമീപകാല സംഭവങ്ങൾ സർക്കാരിന് ഒരു ചികിത്സയാകുമെങ്കിൽ അത്രയെങ്കിലും. സഹോദരി ബിന്ദുവിന് ആദരാഞ്ജലികൾ. എൻകൗണ്ടർ തുടങ്ങുന്നു. പ്രേക്ഷകർക്ക് സ്വാഗതം. ഇനി ചർച്ചയിൽ പങ്കെടുക്കാൻ നമ്മളോടൊപ്പം ഉള്ളത് കോൺഗ്രസിലെ ശ്രീ അബിൻ വർക്കി, CPMലെ ശ്രീ H. സലാം MLA, BJPയിലെ ശ്രീ PR ശിവശങ്കർ എന്നിവരാണ്. ഈ ചർച്ചയിലേക്ക് പോകുന്നതിന് മുൻപ് ചാണ്ടി ഉമ്മൻ MLAയുമായി ഞാൻ സംസാരിച്ചിരുന്നു. അതിൻ്റെ ചില പ്രസക്ത ഭാഗങ്ങൾ പ്രേക്ഷകരെ കേൾപ്പിക്കാം എന്ന് കരുതുന്നു. അതിനുശേഷം നമുക്ക് ചർച്ചയിലേക്ക് കടക്കാം. ശ്രീ ചാണ്ടി ഉമ്മൻ, ഇന്നിപ്പോൾ ഈ സംഭവങ്ങളൊക്കെ നടന്ന ശേഷം CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ മാധ്യമങ്ങളെ കണ്ടപ്പോൾ പറഞ്ഞത് കേരളത്തിൻ്റെ യശസ് തകർക്കാൻ വേണ്ടി, കേരളത്തിൻ്റെ നേട്ടങ്ങളെ ഇകഴ്ത്തിക്കാട്ടാൻ വേണ്ടി വളരെ ബോധപൂർവം ചില പ്രചാരവേലകൾ UDFും പ്രതിപക്ഷവും നടത്തുകയാണ്, അതിൽ മാധ്യമങ്ങളും പങ്കുചേർന്നിരിക്കുന്നു എന്നാണ്. ഈ പ്രചാരവേല കൊണ്ട് എന്താണ് പ്രതിപക്ഷം ഉദ്ദേശിക്കുന്നത് എന്നാണ് ഇപ്പോൾ CPM സംസ്ഥാന സെക്രട്ടറിയുടെ വാക്കുകൾ കേട്ടാൽ തോന്നുക. ആദ്യം അതിനുള്ള താങ്കളുടെ പ്രതികരണം കേട്ട് ഞാൻ മറ്റു ചോദ്യങ്ങളിലേക്ക് വരാം. അവിടുത്തെ ഹോസ്പിറ്റൽ കെട്ടിടം പൂർത്തിയായിട്ടും അങ്ങോട്ട് ആ രോഗികളെ മാറ്റാത്തത് പ്രതിപക്ഷത്തിൻ്റെ പ്രചാരവേല. അവിടുത്തെ മെഡിക്കൽ കോളേജിൻ്റെ ബിൽഡിങ്ങിന് ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റ് ഇല്ലാഞ്ഞിട്ടും അവിടെ ആളുകളെ താമസിപ്പിച്ചത് പ്രതിപക്ഷത്തിൻ്റെ പ്രചാരവേല. ദിവസവും ഉപയോഗിച്ചു കൊണ്ടിരിക്കുന്ന ഒരു ടോയ്ലറ്റ്, ആ ടോയ്ലറ്റ് അവിടെ നിലനിന്നതും പ്രതിപക്ഷത്തിൻ്റെ പ്രചാരവേല. അവിടെ ആ ടോയ്ലറ്റ് ഇടിഞ്ഞ് വീണ് അവിടെ ഒരു രക്ഷാപ്രവർത്തനം നടത്താത്തതും പ്രതിപക്ഷത്തിൻ്റെയും മാധ്യമങ്ങളുടെയും പ്രചാരവേല. മണിക്കൂറുകൾ കഴിഞ്ഞിട്ടാണ് അവിടെ ഒരു റിക്കവറി നടന്നത്, അതും പ്രതിപക്ഷത്തിൻ്റെ പ്രചാരവേല. അവിടെ ഡിസ്ചാർജ് കൊടുത്ത് ആൾക്കാരെ മൊത്തം ഒഴിപ്പിച്ച് അവിടെ ആരുമില്ല എന്ന് പ്രതീതി സൃഷ്ടിച്ചതും പ്രതിപക്ഷത്തിൻ്റെ പ്രചാരവേല. അവിടെ ലാഘവത്തോടെ ഉദ്യോഗസ്ഥർ വന്ന് ഒരു പ്രശ്നം ഉണ്ടായില്ല എന്ന് പറഞ്ഞതും പ്രതിപക്ഷത്തിൻ്റെ പ്രചാരവേല. മരിച്ച് ഇതേവരെ ആ വീട്ടിൽ അവർക്കൊരു അനുശോചനം പറയാത്തതും പ്രതിപക്ഷത്തിൻ്റെ പ്രചാരവേല. മുഖ്യമന്ത്രി സ്ഥലത്തുണ്ടായിട്ട് അവിടെ വന്നിട്ട് ആ വീട്ടുകാരെ കാണാൻ പോലും നോക്കാത്തത് പ്രതിപക്ഷത്തിൻ്റെ പ്രചാരവേല. ആ സംഭവ സ്ഥലം പോലും അദ്ദേഹം സന്ദർശിക്കാത്തതും പ്രതിപക്ഷത്തിൻ്റെ പ്രചാരവേല. ഇതിൽ പരം പ്രതിപക്ഷം എങ്ങനെ ഈ സർക്കാരിനെ സഹായിക്കുക? ശ്രീ ചാണ്ടി ഉമ്മൻ, കോട്ടയം അപകടത്തെ മന്ത്രിമാർ ലഘൂകരിച്ചു കണ്ടതുകൊണ്ടാണോ രക്ഷാപ്രവർത്തനം വൈകിയതും ബിന്ദു എന്ന സ്ത്രീ മരിക്കാനിടയായതും? അത് തീർച്ചയായിട്ടും നിങ്ങൾക്കറിയാം എന്താണ് സർക്കാരിൻ്റെ സമീപനമെന്ന്.
CPMൻ്റെ സെക്രട്ടറി തന്നെ ഇവിടെ പറഞ്ഞിട്ടുണ്ട്. അതിലൂടെ എന്താണ് സർക്കാരിൻ്റെ സമീപനമെന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഞാൻ അതിനെക്കുറിച്ച് കൂടുതലൊന്നും പറയേണ്ട. എല്ലാം പ്രതിപക്ഷത്തിൻ്റെ തലയിൽ കെട്ടിവെക്കുന്നത് എന്തടിസ്ഥാനത്തിലാണ്? അവിടുത്തെ ഉദ്യോഗസ്ഥർ, ആ ഉദ്യോഗസ്ഥർ പറഞ്ഞതിനനുസരിച്ചിട്ടാണ് ആരുമില്ല എന്ന് പറയുന്നത്. അപ്പം അവർക്കെതിരെ എന്ത് നടപടിയെടുത്തു? അത് പ്രതിപക്ഷം ചെയ്യേണ്ട കാര്യമല്ലല്ലോ. അതെങ്കിലും സർക്കാർ ചെയ്യണം. സർക്കാരിൻ്റെ മന്ത്രി തന്നെ പറഞ്ഞിട്ടുണ്ട്, ഞങ്ങൾ ഈ കാര്യത്തിൽ ഉദ്യോഗസ്ഥരെ വിശ്വസിച്ചു, ഉദ്യോഗസ്ഥർ പറഞ്ഞത് സത്യമെന്ന് പറഞ്ഞു. അത് പറഞ്ഞിട്ട് കേരളത്തിലെ പൊതുസമൂഹം വിശ്വസിച്ചത് മന്ത്രിമാർ കള്ളം പറഞ്ഞതല്ലേ? അപ്പോൾ ആ കാര്യത്തിൽ സർക്കാർ എന്താണ് സമീപനമെന്ന് ഇനിയും വ്യക്തമാക്കിയിട്ടില്ല. ശ്രീ ചാണ്ടി ഉമ്മൻ, ഈ സംഭവങ്ങളൊക്കെ നടന്ന ശേഷം ഒരു വീഡിയോ ഇപ്പോൾ പ്രചരിക്കുന്നുണ്ട്. അതിൽ കാണുന്നത് ചികിത്സയിൽ കഴിയുന്ന ബിന്ദുവിൻ്റെ മകൾ നവമി അമ്മയെ കാണാനില്ല എന്ന് പറയുന്നതും ഭർത്താവ് വിശ്രുതൻ താങ്കളോട് ഫോണിൽ വിളിച്ചിട്ട് ബിന്ദുവിനെ കിട്ടുന്നില്ല എന്ന് പറയുന്നതും പിന്നീട് താങ്കൾ താഴെ വന്ന് ഉദ്യോഗസ്ഥരോട് സംസാരിക്കുന്നതുമായ വീഡിയോ ദൃശ്യങ്ങളാണ് പുറത്തു വന്നിരിക്കുന്നത്. അതായത് താങ്കൾ പറയുന്നു, എന്താണ് ഇതിനകത്ത് ഈ മൺകൂനയിൽ ആരെങ്കിലും കുടുങ്ങിക്കിടക്കുന്നുണ്ടെങ്കിലോ നിങ്ങൾ പെട്ടെന്ന് ഇതിനെ ആക്ട് ചെയ്യണം എന്ന് പറയുന്ന ഭാഗങ്ങളൊക്കെ കാണാൻ കഴിയുന്നുണ്ട്. വേണമെങ്കിൽ ഞാൻ അത് കേൾപ്പിക്കാം. അപ്പോൾ ഇങ്ങനെയെല്ലാം താങ്കൾ ഈ വിഷയത്തിൽ ഇടപെട്ടപ്പോൾ എന്തായിരുന്നു അന്നുണ്ടായ പ്രതികരണം? ഇന്നലെ ഉണ്ടായിരുന്ന പ്രതികരണം എന്താണ് യഥാർത്ഥത്തിൽ സംഭവിച്ചത് താങ്കളുടെ അനുഭവത്തിൽ നിന്ന് പറയുകയാണെങ്കിൽ? അല്ല, ഞാൻ അവിടെ വന്നപ്പോൾ തന്നെ ആൾക്കാരുടെ ഇടയിൽ ഒരു ചെറിയ ഊഹാപോഹം നടക്കുന്നുണ്ട്. ഇവിടെ ശ്രീ ബിന്ദുവിനെ കാണാനില്ല, അല്ലെങ്കിൽ ആരോ ഒരാളെ കാണാനില്ല എന്ന് പറയുന്നുണ്ട്. പക്ഷെ നമുക്കിപ്പോൾ അതിനൊരു അറിവില്ല. അവിടെ ഉദ്യോഗസ്ഥരുടെ ഇടയിലും അങ്ങനെ ഒരു സംശയമുണ്ടെന്ന് എനിക്ക് തോന്നുന്നുണ്ട്. പക്ഷെ അതിനൊരു കൺഫർമേഷൻ കിട്ടുന്നത് ഈ വ്യക്തിയെ കാണുമ്പോഴാണ്, ഈ കുട്ടിയെ കാണുമ്പോഴാണ്. കുട്ടിയകത്ത് ചെന്ന് കുട്ടിയെടുത്ത് ചോദിച്ചപ്പോൾ അമ്മ കൈ കഴുകാൻ പോയി. അപ്പോൾ അതിനുശേഷം ഞാൻ മാധ്യമപ്രവർത്തകരോട് അത് സൂചിപ്പിച്ചു. നമ്മൾ അവിടെ ഒരു ബഹളം ഉണ്ടാക്കാനോ അല്ലെങ്കിൽ ഒരു പ്രശ്നം ഉണ്ടാക്കാനോ ആ സെക്കൻഡ് ശ്രമിച്ചില്ല. കാരണം ആ മാതാവ് അമ്മ എവിടെയെങ്കിലും മാറിയതാണോ എന്നുള്ളത്, ചിലപ്പോൾ പുറത്തോട്ടെങ്ങോട്ടും മാറിയതാണോ എന്നുള്ളത് അറിയാത്തത് കൊണ്ടാണ് അവിടെ അങ്ങനെ ഒരു ഇഷ്യൂ നമ്മൾ ഉണ്ടാക്കായിരുന്നത്. അതേസമയം പതുക്കെ നമ്മൾ അവിടെ ആൾക്കാരോട് കാര്യം സൂചിപ്പിച്ചിരുന്നു. അതുകൊണ്ട് തന്നെ നമുക്ക് വലിയൊരു കൺസേൺ ആ കാര്യത്തിലുണ്ടായത്. അതാണ് ഉദ്യോഗസ്ഥരോട് നമ്മൾ സൂചിപ്പിക്കുന്നത്. അല്ല, ഈ ഉദ്യോഗസ്ഥരുടെ പ്രതികരണത്തിൽ നിരാശയുണ്ടായോ? ഞാനത് ചോദിക്കാൻ കാരണം, ഈ ചോദ്യങ്ങൾ താങ്കൾ ചോദിക്കുമ്പോൾ എപ്പോൾ ഫയർഫോഴ്സ് വരുമെന്ന് പറയുമ്പോൾ ഉദ്യോഗസ്ഥൻ പറഞ്ഞത് 10 മിനിറ്റ് കൊണ്ടെന്നാണ്. അപ്പോൾ താങ്കൾ പറയുന്ന ഒരു വാചകം, ലോകം മുഴുവൻ കോട്ടയം മെഡിക്കൽ കോളേജിൽ എത്തി, എന്നിട്ടും നിങ്ങൾക്ക് ഇനി വരാൻ 10 മിനിറ്റ് എടുക്കുമോ എന്ന് ചോദിച്ചു. ഉദ്യോഗസ്ഥരുടെ പ്രതികരണത്തിൽ താങ്കൾക്ക് നിരാശയുണ്ടായോ? അതല്ല, ഇപ്പം അവർക്ക് ആ വാഹനങ്ങൾ വരുവാനുള്ള താമസം 2 മണിക്കൂർ എടുക്കുക എന്ന് പറഞ്ഞാൽ, സത്യം പറഞ്ഞാൽ അതൊരു നിരാശാജനകമായിട്ടുള്ള ഒരു കാര്യം തന്നെയാണ്. 2 മണിക്കൂറൊക്കെ ഇങ്ങനെ ഒരു വാഹനത്തിന് കയറുവാൻ സമയമെടുക്കുക എന്ന് പറഞ്ഞാൽ തീർച്ചയായിട്ടും. പക്ഷേ അവരെയും മൊത്തത്തിൽ ഞാൻ കുറ്റം പറയുന്നില്ല. അന്നൊരു സാഹചര്യത്തിൽ ചിലപ്പോൾ ഒന്നും ചെയ്യാൻ പറ്റാതായി ആയതായിരിക്കാം. സർക്കാരിന് ഈ വിഷയത്തിൽ എന്തൊക്കെ ചെയ്യണം? സർക്കാരിനോട് എനിക്കിപ്പം ഒറ്റ കാര്യമേ പറയാനുള്ളൂ. ആ കുടുംബത്തെ സംരക്ഷിക്കുക, ആ വീട്ടിലൊരു ആൾക്കെങ്കിലും ജോലി കൊടുക്കുക, ആ കുടുംബത്തിന് നഷ്ടപരിഹാര തുക 25 ലക്ഷം കൊടുക്കുക, ആ കുടുംബത്തിൻ്റെ ദത്തെടുക്കുക, ആ കുട്ടിയുടെ ചികിത്സാ ചെലവ് സർക്കാർ വഹിക്കുക. അത് മാത്രമേ എനിക്ക് സർക്കാരിനോട് പറയാനുള്ളൂ. അതിൽ പരം ഒരു നന്മയും സർക്കാരിന് ചെയ്യാനില്ല. ആ ഒരു കാര്യം നിർവഹിച്ചാൽ സർക്കാരിൻ്റെ ഡ്യൂട്ടി പൂർത്തിയാവും. പക്ഷേ ഇനി ഒരാൾക്കും ഇത് സംഭവിക്കാൻ പാടില്ല. അതിൻ്റെ കൃത്യമായ ഒരു തീരുമാനം സർക്കാരിൻ്റെ ഭാഗത്തും ഉണ്ടാവണം. എന്താണ്? ഒരു കെട്ടിടം പൂർത്തിയായി കഴിഞ്ഞാൽ ആ കെട്ടിടത്തിലേക്ക് മാറ്റുവാൻ സർക്കാർ തയ്യാറാവണം രോഗികളെ. അതിൻ്റെ ഉദ്ഘാടനത്തിന് വേണ്ടി കാത്തു നിൽക്കരുത്. ഉദ്ഘാടനം പിന്നെ ചെയ്യാം, ആളുകളെ അവിടെ താമസിപ്പിക്കും. ഇങ്ങനെ സൗകര്യമില്ലാത്ത സ്ഥലത്ത് ആളുകളെ താമസിപ്പിച്ച് ഇതേപോലത്തുള്ള ദുരന്തങ്ങൾ വിളിച്ചു വരുത്തരുത് എന്നുള്ളതാണ് എനിക്ക് സർക്കാരിനോട് പറയാനുള്ളത്. തീർച്ചയായിട്ടും ഇതൊരു വിളിച്ചു വരുത്തിയ ദുരന്തമാണ് എന്ന് വേണമെങ്കിൽ പറയാം. കാരണം ഓൾറെഡി അവിടെ ഒരു കെട്ടിടമുണ്ട്. ആ കെട്ടിടം 2013 മുതൽ UDF സർക്കാർ ശ്രമിച്ച് പരാജയപ്പെട്ടതിന് ശേഷമാണ് ഈ സർക്കാർ നടപ്പിലാക്കിയതാണ്. അതിന് അഭിനന്ദനം ഞാൻ ഈ സർക്കാരിന് കൊടുക്കും. കാരണം എന്താ അറിയോ, അന്ന് അക്കേഷ്യയുടെ പേരിലാണ് ബിൽഡിംഗ് തടഞ്ഞെങ്കിൽ
ഇന്ന് അക്കേഷ്യ ഒരു തടസ്സമായി നിന്നില്ല എന്നുള്ളൊരു അഭിനന്ദനാർഹമായ കാര്യമാണ്. അക്കേഷ്യയെ വരിഞ്ഞു മാറ്റിക്കൊണ്ട് അവിടെ ഒരു ബിൽഡിംഗ് കിട്ടിയത് ഈ ഗവൺമെൻറ് തന്നെയാണ്. അല്ല ശ്രീ ചാണ്ടി ഉമ്മൻ, ഈ ഇപ്പോൾ സംസ്ഥാനത്തൊട്ടാകെ വലിയ പ്രതിഷേധങ്ങൾ നടക്കുന്നു. കോൺഗ്രസ് ഉണ്ട്, യൂത്ത് കോൺഗ്രസ് ഉണ്ട്, യൂത്ത് ലീഗ് ഉണ്ട്, അതുപോലെ BJP പ്രതിഷേധം നടത്തുന്നു. ഈ പ്രതിഷേധങ്ങളിലുമൊക്കെ ഉയരുന്ന ഒരു കോമൺ മുദ്രാവാക്യം എന്നത് ആരോഗ്യമന്ത്രി രാജിവെക്കണമെന്നാണ്. ഇന്നിപ്പോൾ മന്ത്രിമാരൊക്കെ ആരോഗ്യമന്ത്രിക്ക് പ്രതിരോധം തീർത്തുകൊണ്ട് രംഗത്ത് വന്നിട്ടുണ്ട്. ഈ മാത്രമല്ല, ഇന്നിപ്പോൾ CPM സംസ്ഥാന സെക്രട്ടറി ഒക്കെ പറഞ്ഞത് ആരോഗ്യമന്ത്രിയുടെ രാജി ആവശ്യപ്പെടുന്നത് അതിന് പിന്നിൽ ഒരു രാഷ്ട്രീയമുണ്ട്, അതിന് പിന്നിൽ പ്രവർത്തിക്കുന്നത് പ്രതിപക്ഷത്തിൻ്റെ രാഷ്ട്രീയ താല്പര്യങ്ങളാണ് എന്നാണ്. ഈ സർക്കാരിന് തന്നെ മാൻഡേറ്റ് നഷ്ടപ്പെട്ടിരിക്കുക. പിന്നെ ആരോഗ്യമന്ത്രിയുടെ രാജി പ്രത്യേകം ചോദിക്കുന്നില്ല. ഇത് ഞാൻ എൻ്റെ വ്യക്തിപരമായ എൻ്റെ ഒരു സജഷനാണ്. എനിക്കിപ്പോൾ ഒറ്റ സജഷനേ ഉള്ളൂ സർക്കാരിനോട്, നിങ്ങൾ ആ കുടുംബത്തെ സംരക്ഷിക്കുക. ഞാൻ വ്യക്തിപരമായി ഇപ്പോൾ ഞാൻ ആവശ്യപ്പെടുന്നില്ല. കാരണം ഈ സർക്കാരിന് മാൻഡേറ്റ് മൊത്തത്തിൽ നഷ്ടപ്പെട്ടിരിക്കുന്ന സാഹചര്യത്തിൽ ജനങ്ങളുടെ കണ്ണിൽ ഒരു ലെയിം ഡക്ക് ഗവൺമെൻറ്റായി മാറിയിരിക്കുകയാണ്. 2026 മെയ് വരെ തുടരുന്ന ഒരു സർക്കാരായി ഇതിനെ മാറ്റിയിരിക്കുകയാണ്. ഇത് ഈ സംഭവങ്ങൾ ഇപ്പോൾ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ ഉണ്ടായ സംഭവം, അതിനുശേഷം മെഡിക്കൽ കോളേജിലെ അപര്യാപ്തതകളും അവിടുത്തെ രോഗികൾ നേരിടുന്ന ബുദ്ധിമുട്ടുകളും ഒക്കെ ചൂണ്ടിക്കാണിച്ച് വലിയ പ്രതിഷേധങ്ങൾ ഒരു ഭാഗത്ത് നടന്നിരുന്നു. ഡോക്ടർ ഹാരിസിൻ്റെ വെളിപ്പെടുത്തലോടുകൂടി അതൊക്കെ വലിയ ചർച്ചയായതാണ്. ഇന്നിപ്പോൾ ഈ കോട്ടയത്തെ സംഭവം കൂടി ഉണ്ടാകുന്നു. ഈ സംഭവങ്ങളൊക്കെ സർക്കാരിൻ്റെ കണ്ണു തുറപ്പിക്കുമോ? സർക്കാരിൻ്റെ കണ്ണ് എന്താ പറയുക, മുണ്ടക്കൈ ചൂരൽമലയിൽ തുറന്നു. സർക്കാരിൻ്റെ കണ്ണ് കവലപ്പാറയിൽ തുറന്നു. സർക്കാരിൻ്റെ കണ്ണ് ഏതെങ്കിലും ഒരു ദുരന്തത്തിൽപ്പെട്ടിരിക്കുന്നവരുടെ കാര്യത്തിൽ തുറന്നിട്ടില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. തുറക്കത്തുമില്ല. കാരണം അവർക്ക് അധികാരത്തിൻ്റെ 9 വർഷക്കാലം അതിൻ്റെ എന്താ പറയുക, അതിൻ്റെ സന്തോഷത്തിലിരിക്കുകയാണ്. ആ സന്തോഷമുള്ളപ്പോൾ മറ്റതെല്ലാം അവർക്ക് പ്രശ്നമില്ല എന്നതുകൊണ്ട്. ശ്രീ ചാണ്ടി ഉമ്മൻ, ഇങ്ങനെയൊക്കെ പറയുമ്പോഴും ഇന്നലെ ഈ സംഭവം നടന്ന ശേഷം മന്ത്രിമാരായ വീണ ജോർജും വീൻ വാസവനുമൊക്കെ മാധ്യമങ്ങളോട് സംസാരിച്ചപ്പോൾ പറഞ്ഞൊരു പ്രധാനപ്പെട്ട കാര്യം, ഞാൻ പറഞ്ഞത് രേഖാസഹിതം അവർ പറഞ്ഞത് 2013 തന്നെ ഈ കെട്ടിടത്തിൻ്റെ ബലക്ഷയം സംബന്ധിച്ച കാര്യങ്ങൾ കണ്ടെത്തിയിട്ടുള്ളതാണ്. അന്ന് കേരളം ഭരിച്ചിരുന്നത് താങ്കളുടെ പിതാവ് ഉമ്മൻചാണ്ടിയാണ്. അദ്ദേഹത്തിൻ്റെ സർക്കാർ ഉണ്ടായിരുന്ന സമയത്താണ് ഈ കെട്ടിടം ബലവത്തുള്ളതല്ല, ഇത് മാറ്റണം, ഇതിന് ഈ കെട്ടിടത്തിൻ്റെ ഉൾബലം നഷ്ടപ്പെട്ടിരിക്കുന്നു, അതുകൊണ്ട് ഏത് നിമിഷവും നിലം പൊത്താകുന്ന കെട്ടിടമാണ് എന്ന് കണ്ടെത്തിയത്. അതിനുശേഷം പുതിയ കെട്ടിടം പണിയുക, അതിനുവേണ്ടിയുള്ള പണം കണ്ടെത്തുക, അതിൻ്റെ നടപടികളിലേക്ക് കടക്കുക, ഇതൊക്കെ ചെയ്തിട്ടുള്ളത് പിണറായി വിജയൻ സർക്കാരാണ്. അപ്പോൾ ഈ ബലക്ഷയം ചൂണ്ടിക്കാണിച്ചിട്ടും ഒന്നും ചെയ്തില്ല ഉമ്മൻചാണ്ടി സർക്കാർ എന്ന ആക്ഷേപം പ്രതിപക്ഷത്തിന് നേരെ ഉള്ളതല്ലേ? ഡൽഹിയിൽ നെഹ്റു, ട്രിവാൻഡ്രത്ത് ഉമ്മൻചാണ്ടി, അതാണ് എനിക്കതിനുള്ള മറുപടി. എത്ര വർഷമായി? 9 വർഷമായില്ലേ? 9 വർഷം എന്ത് ചെയ്യുമായിരുന്നു? 2013 റിപ്പോർട്ടിൻ്റെ കാര്യം ഇവിടെ സൂചിപ്പിച്ചു. അതുകൊണ്ടാണ്, അങ്ങനൊരു ലക്ഷ്യമുള്ളത് കൊണ്ടാണ് ആ സ്ഥലത്ത് ബിൽഡിംഗ് കെട്ടാൻ ആലോചിച്ചുകൊണ്ട് അന്നത്തെ സർക്കാർ വന്നത്. അന്ന് സമരം നടത്തിയ ആൾക്കാരാരാ? ഇവിടെ തന്നെയുണ്ട്. അന്ന് സമരം നടത്താൻ ശ്രമിച്ചവരാണ് ഇന്ന് ഇതിനെ മറപിടിക്കുന്നത്. എന്താ? അക്കേഷ്യ. ഞാൻ നേരത്തെ പറഞ്ഞ അക്കേഷ്യയുടെ കാര്യം. അക്കേഷ്യയുടെ പേരിൽ സമരം നടത്തിയവർ, ആ ബിൽഡിംഗ് കെട്ടാൻ അവിടെ അനുവദിക്കാത്തവർ, അവരാണ് ഇതിൻ്റെ ഉത്തരവാദികൾ. അവരാണ് ഇന്ന് ബിൽഡിംഗ് കെട്ടി, അക്കേഷ്യ പ്രശ്നമല്ല എന്ന് പറഞ്ഞ് ബിൽഡിംഗ് കെട്ടി. ബിൽഡിംഗ് കെട്ടിയതിന് ശേഷം അങ്ങോട്ട് ഈ ബിൽഡിംഗ് മാറ്റുവാൻ അനുവദിക്കാതെ ഉദ്ഘാടനം വരെ കാത്തു നിന്ന ആളുകൾ ഈ അക്കേഷ്യയുടെ സ്നേഹക്കാരാ, അക്കേഷ്യ ലവേഴ്സാണ് ഇതിന് കാരണക്കാർ. ശരി, വളരെയധികം നന്ദി ശ്രീ ചാണ്ടി ഉമ്മൻ MLA, താങ്കൾ ഈ ഘട്ടത്തിൽ പ്രതികരിക്കാൻ എത്തിയതിന്. പ്രേക്ഷകരുടെ ശ്രദ്ധയ്ക്കായി ചാണ്ടി ഉമ്മനുമായി ഞാൻ നേരത്തെ സംസാരിച്ച ഭാഗങ്ങളാണ് ഇപ്പോൾ നമ്മൾ കണ്ടത്. ഇനി നമ്മൾ ചർച്ചയിലേക്ക് കടക്കുകയാണ്. എച്ച് സലാം MLA CPM-നെ പ്രതിനിധീകരിച്ച്, ഒപ്പം തന്നെ BJP-യിലെ ശ്രീ PR ശിവശങ്കർ എന്നിവർ ഇപ്പോൾ ചർച്ചയിൽ നമ്മളോടൊപ്പം ചേരുന്നുണ്ട്. ഒപ്പം തന്നെ അധികം വൈകാതെ കോൺഗ്രസിനെ പ്രതിനിധീകരിച്ച് ശ്രീ അബിൻ വർക്കിയും ഈ ചർച്ചയിലുണ്ടാകും. ശ്രീ എച്ച് സലാം, കേരളത്തിൽ 2 പ്രധാനപ്പെട്ട സംഭവങ്ങൾ ഇപ്പോഴുണ്ടായി. ഒന്ന്, മെഡിക്കൽ കോളേജിൽ ശസ്ത്രക്രിയയ്ക്ക് ഉപകരണങ്ങളില്ല എന്ന് അവിടുത്തെ ഒരു മുതിർന്ന ഡോക്ടറും യൂറോളജി വിഭാഗം വകുപ്പ് മേധാവിയും ഒരു പരസ്യമായി പ്രതികരിച്ചുകൊണ്ട് രംഗത്ത് വന്നു. അദ്ദേഹത്തിന് നിസ്സഹായത പ്രകടിപ്പിച്ചുകൊണ്ട് രംഗത്ത് വന്നു. അതിനെ തുടർന്ന് കേരളത്തിലെ എല്ലാ മെഡിക്കൽ കോളേജുകളിലും രോഗികൾ നേരിടുന്ന ദുരവസ്ഥയും അവിടുത്തെ അപര്യാപ്തതയും സംബന്ധിച്ച് നിരവധി വിവരങ്ങൾ പുറത്തു വരികയും അതിൽ വലിയ പ്രതിഷേധം ഉണ്ടാവുകയും ചെയ്തു. എച്ച് സലാമിനെതിരെ നടപടിക്ക് ഒരുങ്ങുന്ന ഘട്ടത്തിലാണ് സർക്കാരിന് മറ്റൊരു പ്രശ്നമായി ഇപ്പോൾ കോട്ടയത്തെ കെട്ടിടം തകർന്ന് വീണ് ബിന്ദു മരിച്ച സംഭവം ഉണ്ടായത്.
ഒരു കെട്ടിടം തകർന്നു വീഴുകയും അതൊരു അപകടമായി മാറുകയും ചെയ്യുന്നത് നമുക്ക് മനസ്സിലാക്കാം. അതിനകത്ത് ഒരാൾ കുടുങ്ങിക്കിടക്കാനുള്ള സാധ്യത പോലും കാണാതെ ഇത് അടച്ചിട്ട കെട്ടിടമാണെന്ന് മന്ത്രിമാർ ആദ്യമേ പ്രതികരിച്ചതും രക്ഷാദൗത്യം വൈകി എന്നുമുള്ള നാട്ടുകാരുടെ ആക്ഷേപങ്ങളുമൊക്കെ ഈ സർക്കാരിനെ അക്ഷരാർത്ഥത്തിൽ പ്രതിക്കൂട്ടിൽ നിർത്തുന്നതാണ്. എന്നിട്ടും മുഖ്യമന്ത്രി അവലോകന യോഗം നടത്താൻ അവിടെ ഉണ്ടായിരുന്നു, അദ്ദേഹം എത്തിയില്ല. കുടുംബത്തെ കാണാൻ വേണ്ടി മന്ത്രിമാർ പോയില്ല. ഇന്നിപ്പോൾ വി എൻ വാസവൻ പോയി, ഞാൻ അതിന് മാറ്റിവെക്കുന്നില്ല. വേണ്ട രീതിയിൽ ഇടപെട്ടില്ല എന്നുള്ള ആക്ഷേപവും സർക്കാർ നേരിടുകയാണ്. ആ ഘട്ടത്തിലും ഇന്ന് ഏറ്റവും അധികം പ്രതികരണങ്ങൾ വന്നത് മന്ത്രി വീണ ജോർജിനെ സംരക്ഷിക്കുന്ന തരത്തിലാണ്. മുഹമ്മദ് റിയാസിന്റെ പ്രതികരണം, വി ശിവൻകുട്ടിയുടെ ഫേസ്ബുക്ക് പോസ്റ്റ്, സജി ചെറിയാന്റെ പ്രതികരണം, ഇന്നിപ്പോൾ CPM സംസ്ഥാന സെക്രട്ടറിയുടെ പ്രതികരണം. നാട്ടിലൊരു വലിയ പ്രശ്നമുണ്ടാകുന്നു. ആ പ്രശ്നത്തിൽ ഒരു വകുപ്പ് കുറ്റാരോപിതരായി നിൽക്കുന്ന ഘട്ടത്തിൽ ഇതാണോ ഒരു സർക്കാർ ചെയ്യേണ്ടത് എന്നാണ് പ്രതിപക്ഷം ചോദിക്കുന്നത്. എന്തുകൊണ്ടാണ് ഈ ഒരു അലംഭാവം സർക്കാരിൻ്റെ ഭാഗത്തുനിന്നുണ്ടാകുന്നത്? എന്തുകൊണ്ടാണ് ജനങ്ങളെ നേരിട്ട് ബാധിക്കുന്ന ഈ പ്രശ്നത്തിൽ ഒരു ഇൻസെൻസിറ്റീവായി സർക്കാർ പെരുമാറുന്നത്? ഒന്ന്, ശ്രീമതി ബിന്ദുവിൻ്റെ വേർപാടേറെ വേദനാജനകമായ കാര്യമാണ്. ആ സഹോദരിയുടെ അകാലത്തിലെ ഒരു മരണം നമ്മളെല്ലാം ദുഃഖിപ്പിക്കുന്ന കാര്യമാണ്. ഉണ്ടായൊരു സംഭവത്തെ, ഇന്നത്തെ കോട്ടയത്തുണ്ടായ സംഭവവും ഇന്നലെ തിരുവനന്തപുരത്ത് കഴിഞ്ഞ ദിവസം ഉണ്ടായ സംഭവത്തെക്കുറിച്ചാണ് ഗോപികൃഷ്ണൻ പറഞ്ഞത്. അതിൽ ഗവൺമെൻറ് ഒരു തെറ്റായ സമീപനം ഈ കാര്യം സ്വീകരിച്ചു എന്നൊരു വിലയിരുത്തൽ നടന്ന് ശരിയാണോ എന്ന് ഒന്ന് ചിന്തിച്ചു നോക്കിയാൽ മതി എങ്ങനെയാണെന്നുള്ള കാര്യം. ഉണ്ടാവുന്ന സംഭവങ്ങൾ, ആ സംഭവങ്ങളെ തരണം ചെയ്യാൻ ഒരു ഗവൺമെൻറ് സംവിധാനത്തിൻ്റെ ഭാഗമായി ചെയ്യാനാവുന്നത് എന്താണ് എന്നാണ് സ്വാഭാവികമായിട്ട് നമുക്കെല്ലാം ആലോചിക്കാൻ പറ്റുന്ന കാര്യം. ഇപ്പോൾ കോട്ടയത്തുണ്ടായിട്ടുള്ള ഈ അപകടം, ആ അപകടത്തിൻ്റെ തുടർന്ന് ഏതാനും നിമിഷങ്ങൾക്കുള്ളിൽ 2 മന്ത്രിമാർ അവിടെ എത്തി. ശ്രീ വി എൻ വാസവനും ആരോഗ്യമന്ത്രിയും അവിടെ സ്ഥലത്തേക്ക് എത്തി. അവിടെ ഏതെങ്കിലും തരത്തിലേക്കുള്ള രക്ഷാപ്രവർത്തനങ്ങൾക്കോ അലംഭാവമോ കാലതാമസമോ ഏതെങ്കിലും നിലയ്ക്ക് ബോധപൂർവമായി ഇവിടെ സംഭവിച്ചിട്ടില്ല. അങ്ങനെ വ്യാഖ്യാനിക്കപ്പെടുന്ന അവസരം വന്നു. അവിടെ ഏതാണ്ട് 10-50 മറ്റോ അപകടം സംഭവിക്കുന്നതാണ് അവിടുത്തെ സൂപ്രണ്ട് ഉൾപ്പെടെയുള്ള ആൾക്കാർ പറഞ്ഞ കാര്യം. നിങ്ങളുടെ എല്ലാം മുന്നിൽ, നിങ്ങളുടെ കൈവശം ഉണ്ടാവും. സമയക്രമം വെച്ചിട്ട്, സമയത്ത് ഓരോരുത്തരും വന്ന സമയം ഉൾപ്പെടെ വെച്ചിട്ട് അദ്ദേഹം സംസാരിച്ചു. അവിടെ JCB ഹിറ്റാച്ചി ഇത് വരുന്ന സമയത്തിൻ്റെ ഒരു പ്രശ്നം പറഞ്ഞു. വന്നിട്ട് അവിടേക്ക് കടക്കാൻ കഴിയാത്ത ചില പ്രയാസങ്ങൾ, അത് പ്രാക്ടിക്കലി വന്നൊരു കാര്യമാണ്. പിന്നെ അതിൻ്റെ ചില ഭാഗം കട്ട് ചെയ്തതിന് ശേഷമാണ് അകത്തോട്ട് കടന്നത്. അത് ആ ഒരു സമയത്ത് പിന്നെ വേറെ ഒന്നും ചെയ്യാൻ കഴിയുന്നൊരു സാഹചര്യമല്ല. അതൊരു അനുഭവം നമ്മുടെ മുന്നിലേക്ക് വരുമ്പോൾ നമുക്ക് ചിന്തിക്കാൻ പറ്റുന്നത് എന്താണ്? ഭാവിയിൽ ഇത്തരം കാര്യങ്ങൾ, കെട്ടിടങ്ങൾ ബിൽഡ് ചെയ്യുമ്പോൾ സ്വാഭാവികമായിട്ടും ഇങ്ങനെയെല്ലാമുള്ള ആക്സിഡൻ്ററി ഒരു സിറ്റുവേഷൻ വന്നാൽ അത് തരണം ചെയ്യാൻ പറ്റുന്ന രീതി എങ്ങനെയാണ് ആലോചിക്കേണ്ടത് എന്ന് കുറച്ചുകൂടി ആഴത്തിൽ, നമ്മളിപ്പോൾ ഒരു 2 സെറ്റ് ബാക്ക്, 2 കെട്ടിടങ്ങൾ തമ്മിലുള്ള സെറ്റ് ബാക്ക് വിടുന്ന സ്ഥിതിയുണ്ട്. അതൊരു വലിയ JCB കിടക്കാൻ പറ്റുന്ന അത്രയുണ്ടോ എന്ന് ചിലപ്പോൾ കാണണമെന്നില്ല. അതിൻ്റെ തിരിഞ്ഞു പോകുന്ന ഭാഗമൊക്കെ നോക്കിയാൽ ചിലപ്പോൾ അങ്ങനെയാണ്. നമ്മുടെ ഹോസ്പിറ്റൽ ബിൽഡിംഗ് എല്ലാം നോക്കിയാൽ അതെല്ലാം ടോട്ടലി ഒരു മാസ്റ്റർ പ്ലാൻ വെച്ചിട്ട് തന്നെയല്ല ബിൽഡ് ചെയ്യുക. ഓരോ സമയത്തും ഫണ്ട് ലഭ്യമാകുമ്പോൾ അതനുസരിച്ച് മിക്കവാറും ചെയ്യുന്ന കാര്യമാണ്. അങ്ങനെ ഒരു പ്രാക്ടിക്കലായൊരു പ്രശ്നം വന്നത് ഒഴിച്ചാൽ വേറെ ഒരു കാര്യത്തിലും വന്നില്ല. പിന്നെ മന്ത്രിമാരുടെ പ്രതികരണം, ഒരു ഇൻസ്റ്റിറ്റ്യൂഷനിൽ ഒരു പ്രശ്നം ഉണ്ടായപ്പോൾ സ്വാഭാവികമായിട്ട് ഫസ്റ്റ് ടൈം ഒരു പ്രഥമ വിവരം തേടുന്നത് എങ്ങനെയാണ്? മന്ത്രിമാരാണെങ്കിൽ, നമ്മളാണെങ്കിൽ തേടുന്നത് എങ്ങനെയാണ്? അതിൻ്റെ അതോറിറ്റി വിളിക്കും. അപ്പോൾ അവർ പറഞ്ഞ വിവരം വെച്ച് ആയിരിക്കും സ്വാഭാവികമായിട്ടൊരു പ്രൈമറി ആയിട്ട് മന്ത്രിമാർ സംസാരിച്ചത്. അതവിടെ ചെന്നതിന് ശേഷം അവിടെ ഈ പറഞ്ഞ പോലെ ഒരു കുട്ടി അമ്മയെ കണ്ടിട്ടില്ല എന്ന് പറഞ്ഞപ്പോൾ പിന്നെ തിരയും നില വന്നു. മാനുവലായി ചെയ്യാൻ പറ്റുന്നത് ചെയ്തു, ഈ JCB വരുന്ന മുമ്പ് ചെയ്തു എന്നാണ് ഡോക്ടർ തന്നെ മാധ്യമങ്ങൾക്ക് മുമ്പാകെ പറഞ്ഞത്. പക്ഷേ വലിയ സ്ലാബുകൾ മാറ്റാൻ സ്വാഭാവികമായിട്ട് യന്ത്രങ്ങൾ വേണം. അപ്പോൾ യന്ത്രങ്ങൾ വന്നതിന് ശേഷമാണ് വലിയ സ്ലാബ് മാറ്റുന്ന സാഹചര്യം വന്നത്. ഇതാണ് ആ സംഭവ സന്ദർഭത്തിൽ ഉണ്ടായിട്ടുള്ള കാര്യം. ഈ പറഞ്ഞ പോലെയാണ് വേറെ ഏതെങ്കിലും തരത്തിലേക്കുള്ളൊരു തെറ്റായ രീതി. ഇപ്പോൾ പഴയ ബിൽഡിംഗ്, ഇവിടെ നേരത്തെ പറഞ്ഞല്ലോ, കഴിഞ്ഞ UDF ഗവൺമെൻറ് സമയത്താണ് ഈ റിപ്പോർട്ട്. ഈ കെട്ടിടത്തിൻ്റെ ഒരു പഴയ കെട്ടിടമാണ്. അത് പുതുക്കി പണിയാൻ ആവശ്യമായൊരു നിലപാട് ആ കോട്ടയം ഹോസ്പിറ്റലിൻ്റെ വികസനത്തിൽ വലിയ ഫണ്ടിങ്ങാണ് ഇടതുപക്ഷ മുന്നണി ഗവൺമെൻറ് ചെയ്തത്. അത് വീണ ജോർജ് കാര്യക്ഷമത ഇല്ലാത്തതുകൊണ്ടാണോ? കാര്യക്ഷമത ഉള്ളത് കൊണ്ടല്ലേ ഇത്രയും മെച്ചമായ പ്രൊജക്റ്റുകൾ അവിടെ കൊണ്ടുവരാനും അത് ഏതാണ്ടൊരു പൂർത്തീകരണത്തിന് അവസാന ഘട്ടം വരെ എത്തിക്കാൻ പറ്റിയത്. 750 കോടിയാണ്. കോട്ടയം മെഡിക്കൽ കോളേജ്, അവിടുത്തെ ഓരോ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെയും ഒരു SS എത്രമാത്രം വലുതാണെന്ന് ഞാൻ പറയേണ്ടതായിട്ടില്ല. 30/5/2025 മെയ് മാസം 30-ാം തീയതി
മന്ത്രിമാർ പങ്കെടുത്ത ഉന്നതതല യോഗം ചേർന്നു. യോഗം ചേർന്നിട്ട് ഈ പഴയ കെട്ടിടത്തിൽ നിന്ന് മാറി പുതിയ ഇതിലേക്ക് മാറാൻ വേണ്ടി തീരുമാനിക്കുന്നു. അതിൻ്റെ ഒരു തിയേറ്ററിൻ്റെ കുറച്ച് അവസാന ചില വർക്കുകൾ കൂടി ബാക്കിയുണ്ട്. സ്വാഭാവികമായിട്ടും അതുകൂടി പൂർത്തിയാക്കിയിട്ട് ഫുൾ സ്വിങ്ങിലേക്ക് ഇങ്ങോട്ട് മാറുക എന്ന ഒരു നോർമലി ഒരു ഒഫീഷ്യലായി ചിന്തിക്കുന്ന നില മാത്രമാണ് അക്കാര്യം സംഭവിച്ചേക്കുന്ന കാര്യം. ശ്രീ എച്ച് സലാം, ഇനി ഒന്ന് രണ്ട് കാര്യങ്ങൾ ഞാൻ താങ്കളോട് പറയട്ടെ. ഇപ്പൊ താങ്കൾ ഒരു വലിയ ഭാഗം താങ്കൾ വിശദീകരിച്ചു കഴിഞ്ഞു. അതുകൊണ്ട് ഞാൻ ഒന്ന് രണ്ട് ചോദ്യങ്ങൾ എനിക്ക് ഇതിന് ഉപോത്ഫലകമായി ചോദിക്കാനുള്ളത്. ഒന്നാമത്തെ കാര്യം, ഒരു കെട്ടിടം, അതും ഒരു ആശുപത്രി കെട്ടിടം, അതും മെഡിക്കൽ കോളേജിനോട് ചേർന്ന് നിൽക്കുന്ന ഒരു വാർഡിനോട്, അത് നമ്മുടെ ഗോവിന്ദ മാഷ് പറഞ്ഞതുപോലെ അതൊരു ശൗചാലയ കോംപ്ലക്സ് എന്നല്ല, അതൊരു വാർഡിനോട് ചേർന്ന് നിൽക്കുന്ന കെട്ടിടം. ആ കെട്ടിടം തകർന്നു വീഴുന്നു. താങ്കൾ പറയുന്നു ഉദ്യോഗസ്ഥരിൽ നിന്നുള്ള വിവരശേഖരണത്തെ തുടർന്നല്ലേ ആദ്യ പ്രതികരണം മന്ത്രിമാർ നടത്തുക എന്നത്. സ്വാഭാവികമാണ്, നമുക്ക് മനസ്സിലാകും. പക്ഷേ ഒരു മാനുഷികമായ ഒരു പ്രതികരണമുണ്ടല്ലോ. അതായത് ഒരു കെട്ടിടം വീണ് കിടക്കുമ്പോൾ അതിലാരും കുടുങ്ങിയിട്ടില്ല എന്ന് ആധികാരികമായി മന്ത്രിമാർക്ക് പ്രതികരിക്കാൻ കഴിയുന്നത് എങ്ങനെയാണ്? രണ്ടാമത്തെ കാര്യം, അവിടെ ചാണ്ടി ഉമ്മൻ MLA, താങ്കൾ അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയമൊക്കെ മാറ്റിക്കളി, ഒരു ജനപ്രതിനിധിയാണ്. അദ്ദേഹത്തോട് അവിടെയുള്ള പെൺകുട്ടി പറയുന്നു എൻ്റെ അമ്മയെ കാണാനില്ല. ഭർത്താവ് വിശ്രുതൻ പറയുന്നു ബിന്ദുവിനെ ഫോണിൽ വിളിച്ചിട്ട് കിട്ടുന്നില്ല. ആശങ്കയിൽ കഴിയുമ്പോൾ ഞാൻ അന്വേഷിക്കട്ടെ എന്ന് പറഞ്ഞ് ആ ജനപ്രതിനിധി താഴെ വന്ന് ഉദ്യോഗസ്ഥരോട് പറയുകയാണ്, പെട്ടെന്ന് എടുത്ത് മാറ്റും, അതിനകത്ത് ഒരു ജീവൻ ഉണ്ടെങ്കിലോ എന്ന്. അപ്പോൾ ഉദ്യോഗസ്ഥൻ പറഞ്ഞത് ഇനിയും 10-15 മിനിറ്റ് എടുക്കും ഫയർഫോഴ്സ് എത്താണെന്നാണ്. അപ്പോൾ അദ്ദേഹം പറഞ്ഞ മറുപടി, ലോകത്തുള്ളവരെല്ലാം ഈ കോട്ടയം മെഡിക്കൽ കോളേജിൽ എത്തിയിട്ടും നിങ്ങളുടെ ഫയർഫോഴ്സും സംവിധാനത്തിനും എത്താനായില്ല എന്നാണ്. ജാഗ്രതയോടുകൂടിയുള്ള ഒരു ഇടപെടൽ ഉണ്ടായിട്ടില്ല എന്ന വിമർശനമാണ് അവിടെ നിൽക്കുന്നത്. മൂന്നാമത്, മന്ത്രിമാർ പറഞ്ഞത് ഉപയോഗശൂന്യമായ കെട്ടിടം എന്നായിരുന്നല്ലോ. ശ്രീ എച്ച് സലാം, താങ്കളും കേട്ട് കാണുമല്ലോ മന്ത്രി വീണ ജോർജ് ഒക്കെ ആ സമയത്ത് നടത്തിയ പ്രതികരണം. അതിൻ്റെ മുകളിലെ ബാത്റൂമിലേക്ക് രോഗികൾക്ക് പ്രവേശനം കിട്ടുന്നത് എങ്ങനെയാണ്? എന്ത് സംവിധാനമാണ്, അല്ലെങ്കിൽ എന്ത് മുന്നറിയിപ്പായിരുന്നു ഈ കെട്ടിടത്തിലേക്ക് പ്രവേശനമില്ല എന്ന് രോഗികൾക്ക് ഒരു നിർദ്ദേശം എന്ന നിലയിൽ നൽകുന്നതുണ്ടായിരുന്നത്? അവിടെ ഉപയോഗിച്ചുകൊണ്ടിരുന്ന കെട്ടിടമാണെന്നാണ് അവിടുത്തെ രോഗികൾ പറഞ്ഞത്, അവർ സാക്ഷ്യം പറഞ്ഞത്. അതിനോട് ചേർന്ന് നിൽക്കുന്ന വാർഡുകളിൽ അപ്പോഴും ഉപയോഗിച്ച് കഴിഞ്ഞ ആ വാട്ടർ ബോട്ടിലും ചെരുപ്പുകളും ഒക്കെ അവിടെ കാണാൻ കഴിയുമായിരുന്നു. അതായത് അത് ഉപയോഗത്തിലുണ്ടായിരുന്ന ഒരു ഭാഗം ആ കെട്ടിടത്തിനോട് ചേർന്ന് നിന്നിരുന്നതാണ്. എന്തുകൊണ്ടാണ് ആ സത്യം വിളിച്ചു പറയാതിരുന്നത്? ഇനി നാലാമത്തെ കാര്യം, വളരെ ഇൻസെൻസിറ്റീവായോ ഈ സർക്കാർ എന്ന് ഞാൻ താങ്കളോട് ചോദിച്ചത് പ്രതിപക്ഷത്തിൻ്റെ ഭാഷയിലല്ല, മാധ്യമപ്രവർത്തകൻ എന്ന നിലയിലാണ്. എന്താണ്, ഇത്തരമൊരു സംഭവം ഉണ്ടാകുമ്പോൾ സർക്കാരിൽ നിന്ന്, അതും ഒരു ജനകീയ സർക്കാരിൽ നിന്ന്, അതും ഒരു ഇടതുപക്ഷ സർക്കാരിൽ നിന്ന് പ്രതീക്ഷിക്കുന്നത് വളരെ അനുതാപത്തോടു കൂടിയുള്ള ഈ വിഷയത്തെ കൈകാര്യം ചെയ്യുന്ന സമീപനമാണ്. അതാണോ ഉണ്ടായത്? ആദ്യ പ്രതികരണത്തിൽ വന്നത് 2013 UDF സർക്കാരിൻ്റെ കാലത്ത് ബലക്ഷയം കണ്ടെത്തിയ ഒരു കെട്ടിടമായിരുന്നു ഇതെന്നതാണ്. ഇങ്ങനെയാണോ ഒരു പ്രശ്നത്തോട് ആ സമയത്ത് പ്രതികരിക്കേണ്ടത്? ഇങ്ങനെ തുടങ്ങി പിന്നെ മെഡിക്കൽ കോളേജ് വിഷയം താങ്കൾക്കറിയാമല്ലോ ശ്രീ എസ് സലാം. ഒരു ഡോക്ടർ അദ്ദേഹത്തിൻ്റെ നിസ്സഹായതയിൽ, അദ്ദേഹത്തിൻ്റെ മകൻ്റെ പ്രായമുള്ള ഒരു പയ്യൻ മുന്നിൽ നിന്ന് വേദന കടിച്ചു നിന്ന് കണ്ട് നിസ്സഹായതയിൽ അദ്ദേഹം പറയുന്നു ഇവിടെ ഒന്നുമില്ല, ഒരു ഉപകരണവുമില്ല ശസ്ത്രക്രിയയൊക്കെ നടത്താൻ എന്ന് അദ്ദേഹം പറയുമ്പോൾ വിമാനത്തിൽ കൊണ്ടുവന്നു, വിവാദമായപ്പോൾ ഇതെല്ലാം. ഇതിനെക്കുറിച്ച് ആക്ഷേപം ഉന്നയിക്കുമ്പോൾ പറയുന്ന മറുപടി എന്താണ്? ആരിസിനുള്ള ഒരു കുറ്റപത്രം തയ്യാറാക്കുകയാണ് സർക്കാർ. ഇതാണോ ഒരു ജനകീയ സർക്കാർ ചെയ്യുന്നത്? ഇതാണോ ഒരു ഇടതുപക്ഷ സർക്കാർ ചെയ്യേണ്ടത്? ശ്രീ എച്ച് സലാം. ഗോപീഷ്, അതിനകത്ത് കുറേ സ്റ്റേറ്റ്മെൻ്റായിട്ട് താങ്കൾ പറഞ്ഞു, എനിക്ക് പറയാൻ സമയം തരണം. ഫയർഫോഴ്സ് അവിടെ താമസിച്ചിട്ടേ ഇല്ല ഗോപീകൃഷ്ണൻ. ഫയർഫോഴ്സ് താമസിച്ചെന്ന് ആരാണ് പറഞ്ഞത്? JCB എത്തിയ ശേഷം ഇതിനുള്ളിലേക്ക് കടക്കാനുള്ള കാലതാമസം ഒന്നും ശരിയാണ്. അതൊരു പ്രായോഗിക പ്രശ്നമാണത്. ഫയർഫോഴ്സ് ഏതാനും നിമിഷങ്ങൾക്കുള്ളിൽ അവിടെ വന്നു. അവിടെ നിങ്ങൾ തന്നെ രക്ഷാപ്രവർത്തനം നിന്ന് ചില ആൾക്കാർ കമൻറ്റ് നിങ്ങൾ തന്നെ കാണിച്ചില്ലേ? അവരെന്താ പറഞ്ഞത്? ആരുമില്ല, 2 ആളെ ഉണ്ടായിരുന്നുള്ളൂ, അവരെല്ലാം ഹോസ്പിറ്റലിലേക്ക് മാറ്റിയിട്ടുണ്ട് എന്ന് പറയുന്നില്ലേ? രക്ഷാപ്രവർത്തനം നടത്തുന്ന ആളുകൾ അവർ കുറ്റം ചെയ്തു നമുക്ക് പറയാൻ പറ്റുമോ? നമ്മളാരും ഉണ്ടാകണമെന്ന് ആഗ്രഹിച്ചല്ലല്ലോ പലപ്പോഴും ഇത്തരം സന്ദർഭത്തിൽ ഒരു മനസ്സ് വരുന്ന അങ്ങനെയല്ലല്ലോ. അവിടെ സ്വാഭാവികമായിട്ടും ഫസ്റ്റ് ടൈം അവർ പറഞ്ഞപ്പോൾ ഈ പറഞ്ഞ പോലെയുള്ള ഒരു പ്രതികരണം അവിടെ നിന്ന് വന്നതിൻ്റെ ഭാഗമായിട്ടാണ്. ഗവൺമെൻറ് ഈ കാര്യത്തിൽ ഒരു തെറ്റായ രീതി അവലംബിക്കപ്പെട്ടു എന്ന് എങ്ങനെയാണ് പറയാൻ പറ്റും? ഇപ്പോൾ തിരുവനന്തപുരത്തെ പ്രശ്നം നിങ്ങൾ പറഞ്ഞു. തിരുവനന്തപുരത്തെ ആ മെഡിക്കൽ കോളേജ് യൂറോളജി ഡിപ്പാർട്ട്മെൻറ്റിലോ ഒരു ശസ്ത്രക്രിയ പ്രോബിൻ്റെ ഈ ഒരു ഉപകരണത്തിൻ്റെ ഭാഗമായിട്ട് പ്രശ്നം വന്നു മുടങ്ങി. ആ ദിവസം തന്നെ 3 ശസ്ത്രക്രിയ അതേ ഡിപ്പാർട്ട്മെൻറ്റ് നടന്നിരിക്കുന്നു. ആ ഭാഗം നമ്മളിത് കാണുന്നില്ല. ഒരു പ്രശ്നം വരുമ്പോൾ ആ പ്രശ്നത്തിൻ്റെ ഭാഗമായിട്ട് ആ സിസ്റ്റം മൊത്തം എങ്ങനെയാണ്, അല്ലെ കേരളത്തെ ആരോഗ്യ മേഖല മുഴുവൻ തകർന്ന് തരിപ്പണായി കിടക്കുകയാണ് എന്ന നിലയിലേക്ക് നമുക്ക് എത്താൻ പറ്റുമോ? ഇപ്പോൾ ഒരു ഉദാഹരണം അത് പറഞ്ഞുകൊണ്ട് ഞാൻ പറയാം. ഇപ്പോൾ തിരുവനന്തപുരം യൂറോളജി ഡിപ്പാർട്ട്മെൻറ്റ്, ശ്രീ ഹാരിസൺ ഡിപ്പാർട്ട്മെൻറ്റ്, അതിന് കണക്ക് നിങ്ങൾ നോക്ക്. കഴിഞ്ഞ വർഷം അവിടെ നടത്തിയ ഓപ്പറേഷൻ കണക്ക് 2898. ഈ വർഷം ഇതുവരെ നടത്തിയ ഓപ്പറേഷൻ 1327.
കഴിഞ്ഞ മെയ് മാസം നടത്തിയ ഓപ്പറേഷൻ 312, ഈ ജൂൺ മാസം നടത്തി 242. ഈ ഡിപ്പാർട്ട്മെൻറ്റിലാണ് ഈ വർഷം മാത്രം 67 ലക്ഷം രൂപയുടെ ഉപകരണമാണ് യൂറോളജി ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് വാങ്ങിയത്. ഈ ഒരു കേസ് സംഭവിച്ചത് ശരിയാണ്, സംഭവിക്കാൻ പാടില്ല എന്ന കാര്യത്തിൽ തർക്കമൊന്നുമില്ല. പക്ഷേ ആ ഒരു കാര്യം സംഭവിച്ചു എന്ന നില പറഞ്ഞിട്ട് ബാക്കി അവിടെ തന്നെ ഉദാഹരണം ഞാൻ അതുകൊണ്ടാണ് പറയുന്നത്, ആ ഡിപ്പാർട്ട്മെൻറ്റിലെ തന്നെ കേസുകൾ ഞാൻ എണ്ണം പറയുന്നൊരു കാര്യം എന്ന് വെച്ചാൽ അത്രയും ചെയ്യുന്നൊരു ഹോസ്പിറ്റൽ. ഞാനിപ്പോൾ ഗോപികൃഷ്ണ ഒരു ഉദാഹരണം കൂടി ഞാൻ പറയാം. ഇപ്പോൾ എൻ്റെ മണ്ഡലത്തിലാണ് ആലപ്പുഴ മെഡിക്കൽ കോളേജ് ഗോപികൃഷ്ണ. അവിടുത്തെ സാങ്ഷൻഡ് ബെഡ് 1051. ഇന്നത്തെ അവിടെ വർക്ക് ചെയ്യപ്പെടുന്ന പിന്നെ IP വിഭാഗത്തിൽ ബെഡുള്ള എത്ര 1500. വേണമെങ്കിൽ നിങ്ങൾക്ക് വാർത്ത ചെയ്യാം. അനുവാദമില്ലാത്ത ബെഡിൽ രോഗിയെ കിടത്തിയിരിക്കുകയാണെന്ന് വേണമെങ്കിൽ പറയാൻ പറ്റും. ഇന്നലത്തെ അവിടുത്തെ OP 2900 ഒരു ദിവസത്തെ OP. ഇത് കേരളത്തിലെ ഗവൺമെൻറ് ഹോസ്പിറ്റലുകളിൽ നമുക്കിത് OP നോക്കിയാലും IP നോക്കിയാലും ഇത് കാണാൻ പറ്റും. നമുക്കുള്ളൊരു സ്ട്രെങ്തിൻ്റെയും സ്റ്റാഫ് സ്ട്രെങ്തിൻ്റെയും ഒക്കെ അധികമായി നമ്മൾ രോഗികളെ പരിചരിക്കേണ്ടതായിട്ട് വരുന്ന സാഹചര്യമുണ്ട്. ഏതെങ്കിലും ഗവൺമെൻറ് ഹോസ്പിറ്റൽ മെഡിക്കൽ കോളേജുകളിൽ ഇവിടെ ഇപ്പോൾ ബെഡ് സ്ട്രെങ്ത് 1051, 52ാമത്തെ ആൾ വരുമ്പോൾ ബെഡ് ക്ലോസായി എന്ന് പറഞ്ഞിട്ട് ആൾ മടക്കി അയക്കാൻ പറ്റുമോ? സ്വകാര്യ ആശുപത്രി പറ്റും. 100 ബെഡ് ഉണ്ടെങ്കിൽ 101ാമത്തെ ആൾ വന്നാൽ ബെഡ് ഫില്ലാണ്, അടുത്ത ഹോസ്പിറ്റലിൽ പൊക്കാടാൻ പറയാം. ഇവിടെ പറയാൻ പറ്റുമോ? നമ്മൾ അത്രയും നിലയിൽ ഞാൻ ഇപ്പോൾ കോട്ടയം മെഡിക്കൽ കോളേജ് നിങ്ങൾ നോക്ക്, ഏറ്റവും മികച്ച കാർഡിയോളജി ഡിപ്പാർട്ട്മെൻറ്റ് വർക്ക് ചെയ്യുന്ന ഒരു ഹോസ്പിറ്റലാണ് ഈ കേരളത്തിൽ. 10 ഹൃദയം മാറ്റിവെച്ച് ശസ്ത്രക്രിയ വിജയകരമായി പൂർത്തീകരിക്കപ്പെട്ട ഹോസ്പിറ്റലാണ്. ഏറ്റവും കൂടുതൽ ഹൃദയ സംബന്ധമായ ശസ്ത്രക്രിയ ഏറ്റവും നന്നായി നടക്കുന്ന ഒരു ഹോസ്പിറ്റലാണ്. ആ ഒരു ഭാഗവും മേന്മയും നമുക്ക് കാണാതിരിക്കാൻ പറ്റുമോ? ഇവിടെ തന്നെ ഈ ഗവൺമെൻറ് വന്ന ശേഷം നടപ്പാക്കപ്പെട്ട വികസന സ്കീം നിങ്ങൾ നോക്ക്. 750 കോടി ഞാൻ പറഞ്ഞത് അതിൻ്റെ ഒരു കണക്ക് നമ്മൾ കാണണ്ടേ? ചെറിയ കാര്യമാണ് ചെയ്തിരിക്കുന്നത് ഈ ഗവൺമെൻറ്. ഈ പറഞ്ഞ പ്രശ്നം ഉണ്ടെന്ന് പറയുമ്പോൾ അത് മാറ്റം വരുത്താൻ ഇപ്പോൾ സർജിക്കൽ ബ്ലോക്ക് ഇപ്പോൾ പറഞ്ഞല്ലോ, ഈ പറഞ്ഞ ബ്ലോക്ക് എത്രയാ? 204 കോടി, 8 നിലകൾ, 526 കിടക്കകൾ, 44 ICU ബെഡ്, 12 ഐസൊലേഷൻ ബെഡ്, 18 ഓപ്പറേഷൻ തിയേറ്റർ. ഈ സർജിക്കൽ ബ്ലോക്കിലേക്ക് മാത്രം നോക്കിയാൽ. ശരി, ശ്രീ എച്ച് സലാം, ഈ കണക്കുകളൊക്കെ പറയുമ്പോൾ ശ്രീ എച്ച് സലാം താങ്കൾ ഓർക്കേണ്ട ഒരു കാര്യം, ഇപ്പൊ നമ്മൾ തമ്മിലുള്ള ഒരു തർക്കം എന്നതിനപ്പുറം ഇപ്പോൾ പ്രതിപക്ഷത്തെ പ്രതിനിധികൾ വരുന്നുണ്ട്, അവർക്ക് ഈ കാര്യങ്ങളൊക്കെ പറയാനുണ്ട്. ഏതായാലും ഇത് പറയുമ്പോൾ അവിടുത്തെ യഥാർത്ഥ വസ്തുതകൾ സംബന്ധിച്ച മറ്റു ചില കണക്ക് കണക്കാണ്, അതാണ് ഞാൻ പറഞ്ഞത്. അങ്ങനെ കണക്ക് പറയുമ്പോൾ തിരിച്ചു പറയാനുള്ള ചില കണക്കുകൾ ഉണ്ട്. നമ്മൾ ആ വിഷയത്തിലേക്കാണ് പോകുന്നതെങ്കിൽ തൃശൂർ മെഡിക്കൽ കോളേജിൽ ഇന്നും ഇന്നലെയുമായി ഉണ്ടായിട്ടുള്ള അനുഭവങ്ങൾ, അവിടുത്തെ രോഗികൾ സാക്ഷ്യം പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ, ഡോക്ടർമാർ രോഗികളോട് എക്യുപ്മെന്റുകൾ, അതായത് ഇതിന്റെ ഈ വലിയ മെഷീനുകളുടെ അനുബന്ധ ഘടകങ്ങൾ പണം കൊടുത്ത് പുറത്തുനിന്ന് വാങ്ങിക്കൊണ്ടുവരാൻ പറഞ്ഞിട്ടുള്ള അനുഭവങ്ങൾ, പുറത്തുനിന്ന് മരുന്നുകൾ വാങ്ങേണ്ടി വരുന്ന സ്ഥിതി, ഡോക്ടർമാർ നിർധനരായ രോഗികൾക്ക് ഈ ഒരു ഓപ്പറേഷന് 20,000, 25,000, 50,000 രൂപ മുടക്കേണ്ടി വന്ന, ഇവിടെ സർക്കാർ ആശുപത്രിയിൽ മുടക്കേണ്ടി വന്ന അവരുടെ ദുരവസ്ഥയുടെ അനുഭവങ്ങൾ, ഇങ്ങനെ തുടങ്ങി നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും പറയാൻ കണക്കുകളുണ്ട്. പിന്നെ സംസ്ഥാനത്തെ സർക്കാർ ആശുപത്രികളിലെ ശോചനീയ അവസ്ഥയെ കുറിച്ച് പറയുമ്പോൾ എങ്ങനെയാണ് ശ്രീ എച്ച് സലാം ഇത് ഈ സർക്കാർ ആശുപത്രികളെ മുഴുവൻ അടച്ചാക്ഷേപിക്കുകയാണെന്നും അല്ല ഞാൻ ചോദിക്കുന്ന ശ്രീ എച്ച് സലാം, ഞാനും താങ്കളും ഒക്കെ നമ്മളെല്ലാം ഈ നാട്ടുകാരല്ലേ? ഇവിടുത്തെ ഈ സംവിധാനങ്ങൾ പ്രവർത്തിക്കുന്നത് ഇവിടുത്തെ പൗരന്മാർക്കല്ലേ? സർക്കാർ ആശുപത്രികൾ ആശ്രയമായി മാറുന്നത് ഇവിടുത്തെ നിർധനരായ കുടുംബങ്ങൾക്കല്ലേ? അവരുടെ പ്രശ്നങ്ങളല്ലേ നമ്മൾ പരിഹരിക്കേണ്ടത് ശ്രീ എച്ച് സലാം? ഇതിനകത്ത് വൈകാരികത മാത്രം പറഞ്ഞിട്ട് കാര്യമുണ്ടോ? അല്ല, ഇതിൽ വൈകാരികത വളരെ പ്രധാനപ്പെട്ടതാണ്. കാരണം ചികിത്സ പ്രതീക്ഷിച്ചെത്തുന്ന രോഗിയോട്, നിർധനരായ രോഗിയോട് നിങ്ങൾ പുറത്തുപോയി മരുന്ന് വാങ്ങൂ എന്ന് ഒരു സർക്കാർ ആശുപത്രിയിലെ ഡോക്ടർ പറയുന്നതും, നിങ്ങളുടെ ശസ്ത്രക്രിയ നടക്കണമെങ്കിൽ നിങ്ങൾ പുറത്തു പോയിട്ട് ഇതിന്റെ എക്യുപ്മെന്റ്സ് വാങ്ങി വരൂ എന്ന് ഒരു നിർധനായ രോഗിയുടെ മുഖത്ത് നോക്കി പറയുമ്പോൾ വൈകാരികമാണ് ശ്രീ എച്ച് സലാം. എന്തുകൊണ്ടാണ് വൈകാരികമല്ലാത്തത്? ബിന്ദു എന്ന ഒരു സ്ത്രീ ഈ മൺകൂനയ്ക്കടിയിൽ കിടക്കുമ്പോൾ അവരുടെ ഭർത്താവ് വിശ്രുതൻ പറയുന്നു, ഒരു അല്പം നേരത്തെ ഇത് ഈ രക്ഷാപ്രവർത്തനം നടത്തിയിരുന്നെങ്കിൽ ഇന്ന് ഈ വീടിന്റെ അത്താണിയായിരുന്ന ബിന്ദു ജീവിച്ചിരിക്കുമായിരുന്നു എന്ന് പറയുന്നത് വൈകാരികമാണ് ശ്രീ എച്ച് സലാം. അത് വൈകാരികമായി തോന്നണം. അവിടെയല്ലേ നമ്മളൊരു സർക്കാർ എന്ന നിലയിൽ, അങ്ങനെയല്ലേ നമ്മൾ അതൊരു ജനകീയ സർക്കാർ ആവുന്നത് ശ്രീ എച്ച് സലാം? അല്ല, എനിക്ക് മനസ്സിലായി താങ്കൾ പറയുന്നത്. ഈ കണക്കുകളൊക്കെ നോക്കുമ്പോൾ നിങ്ങൾ വേറൊരു ഭാഗം പറയണ്ട. ഇല്ല ഞാൻ ശ്രീ എച്ച് സലാം, നമ്മൾ രണ്ടുപേരും പറയുന്നത് അല്ല ശ്രീ എച്ച് സലാം. ഞാൻ പറയുന്നത് 2013 റിപ്പോർട്ടിനെ കുറിച്ച് പറഞ്ഞില്ലേ?
ആ സമ്മതിച്ചു. അതുകൊണ്ടാണല്ലോ ഞാൻ ചാണ്ടി ഉമ്മനോട് ചോദിച്ചത്. ഉമ്മൻചാണ്ടി ഭരിക്കുന്ന സമയത്ത് 2013 കെട്ടിടത്തിന്റെ ബലക്ഷയം സംബന്ധിച്ച കാര്യങ്ങൾ എന്ത് ചെയ്തു എന്ന് ചാണ്ടി ഉമ്മനോട് ചോദിക്കുന്നത് രാഷ്ട്രീയത്തിനപ്പുറത്ത് ഈ പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണാൻ ആത്മാർത്ഥമായി നമ്മൾ ആഗ്രഹിക്കുന്നതുകൊണ്ടാണ്. ശ്രീ സലാം, അതിന് ചാണ്ടി ഉമ്മൻ പറഞ്ഞ മറുപടി താങ്കൾ കേട്ടില്ലേ? അന്ന് സമരം ചെയ്തവരാണ് ഇന്ന് ഭരണത്തിലിരിക്കുന്നതെന്നാണ്. അല്ല, അന്ന് അക്കേഷ്യ മരത്തിന്റെ പേരിൽ കെട്ടിട നിർമ്മാണത്തിന് തടസ്സം നിന്നവരാണ് ഇന്ന് ഈ പറയുന്നത് എന്നാണ് ചാണ്ടി ഉമ്മൻ മറുപടി പറഞ്ഞത്. ശ്രീ സലാം, ഞാനൊന്ന് പറഞ്ഞോട്ടെ, എനിക്ക് പറയാനുള്ള സമയം തരൂ. ഉറപ്പായിട്ടും ഞാൻ പറയുന്നത് ഞാൻ വരാം. ഇന്ന് യു ഡി എഫ് ആക്ഷേപിക്കുന്ന പോലെ അവരെന്തെങ്കിലും ചെയ്തിട്ടില്ല ഈ കേരളത്തിൽ എന്ന് പറയാൻ വേണ്ടി ഞാൻ പറഞ്ഞത്. 9 വർഷക്കാലം ഈ നില മെച്ചപ്പെടുത്താൻ ഒന്നും ചെയ്യാത്തവരല്ല കേരളത്തിൽ ആരോഗ്യവകുപ്പ്, ഇടതുപക്ഷ മുന്നണി ഗവൺമെന്റ്. അതാ ഞാൻ പറയുന്നത്. ഈ ഹോസ്പിറ്റലിൽ തന്നെ ഉദാഹരണം പറഞ്ഞത് അതുകൊണ്ടാണ്. അതാണ് ഞാൻ പറഞ്ഞത്. ആ കണക്ക് തന്നെ. ആ കണക്ക് പറയുമ്പോൾ അതെല്ലാം കണക്കല്ലേ എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. യു ഡി എഫ് അത് ചെയ്തിട്ടില്ല. ശരി, അപ്പോൾ ആ ഭാഗത്തിന് മറുപടി പറയാൻ അബിൻ വർക്കിയുണ്ട് കേട്ടോ. ശ്രീ സലാം, ആ ഭാഗത്തിന് മറുപടി പറയാൻ അബിൻ വർക്കിയുണ്ട്. ശ്രീ അബിൻ വർക്കി, UDF രാഷ്ട്രീയ താല്പര്യത്തോടു കൂടി നടത്തുന്ന പ്രചാര വേലയാണ് ബിന്ദുവിന്റെ മരണത്തെ തുടർന്നുണ്ടായിരിക്കുന്ന ഈ സംസ്ഥാന വ്യാപക പ്രതിഷേധവും. ആശുപത്രികളൊക്കെ കുഴപ്പത്തിലാണ്, സർക്കാർ ആശുപത്രികളൊക്കെ കുഴപ്പത്തിലാണെന്ന് ബോധപൂർവം വേണ്ടി നടത്തുന്ന ശ്രമങ്ങളും ഇപ്പോൾ ആരോഗ്യമന്ത്രിയുടെ രാജി ആവശ്യപ്പെട്ടിട്ടുള്ള നീക്കവും ഇതൊക്കെ പ്രതിപക്ഷത്തിന്റെ രാഷ്ട്രീയ പ്രചാര വേലയാണ് എന്നതായിരുന്നു ഇന്ന് CPM സംസ്ഥാന സെക്രട്ടറിയുടെ ആരോപണം. മറുപടി താങ്കളുടെ. ഒന്നാമത്തെ കാര്യം, നമ്മൾ ബിന്ദു എന്ന് പറയുന്ന ഒരു സ്ത്രീയുടെ അതിദാരുണമായ കൊലപാതകം ഉണ്ടായ ദിവസവും അതിൻ്റെ പിറ്റേന്നാളും സംസ്കാരത്തിൻ്റെ ദിവസമൊക്കെ ഇങ്ങനെ വന്ന് ന്യായീകരിക്കുന്നത് തന്നെ വളരെ മോശമാണ്. അത് നിരുത്തരവാദപരമാണ് എന്ന് പറയാൻ ആഗ്രഹിക്കുകയാണ്. കാരണം ഒരു വീഴ്ച പറ്റി, ആ വീഴ്ചയായി അംഗീകരിച്ചാൽ ഇത്രയും പ്രശ്നങ്ങൾ ഉണ്ടാകില്ല. പക്ഷേ ആ വീഴ്ചയെ എങ്ങനെ ന്യായീകരിക്കാമെന്നുള്ളതിനെ പറ്റി സ്റ്റഡി ക്ലാസ് എടുക്കുന്ന കുറേ ആളുകളെയാണ് നമ്മൾ കാണുന്നത്. അത് CPM സംസ്ഥാന സെക്രട്ടറി തൊട്ട് താഴെയിട്ട് എല്ലാവരും അങ്ങനെ തന്നെയാണ്. അതുകൊണ്ട് തന്നെ ഇതിൻ്റെ ഓരോ കാര്യങ്ങളായിട്ട് എടുക്കാം. ഇപ്പോൾ നമുക്കറിയാം, ഗോപികൃഷ്ണൻ 2021 തിരുവനന്തപുരത്ത് RCCയിൽ അമ്മയെ കാണാൻ, ക്യാൻസർ രോഗിയായ അമ്മയെ കാണാൻ വന്ന നാദിറ എന്ന് പറയുന്ന ഒരു വനിത അവിടെ ലിഫ്റ്റിൽ കുടുങ്ങി. പിന്നീട് 2 മണിക്കൂറിന് ശേഷം അവിടെ നിന്ന് ഇറങ്ങി 1 മാസം കഴിഞ്ഞപ്പോൾ അവർ മരണപ്പെട്ടു പോയി. അന്ന് ഇതുമായി ബന്ധപ്പെട്ട് 2021 നിയമസഭയിൽ ബഹുമാനപ്പെട്ട ഇന്നത്തെ മന്ത്രി ഗണേഷ് കുമാറിൻ്റെ ഒരു ചോദ്യം വന്നു. ആ ചോദ്യത്തിൻ്റെ ഉത്തരമായി ഇന്നത്തെ ബഹുമാനപ്പെട്ട ആരോഗ്യമന്ത്രി പറഞ്ഞത്, ഇങ്ങനെ അറ്റകുറ്റപ്പണികൾ നടക്കുന്നിടത്ത് ഇല്ലെങ്കിൽ എന്തെങ്കിലും തരത്തിലുള്ള കൺസ്ട്രക്ഷൻ വർക്കുകൾ നടക്കുന്നിടത്ത് കൃത്യമായ സൈൻ ബോർഡുകൾ സ്ഥാപിച്ചുകൊണ്ട് ഒരു കാരണവശാലും മറ്റാളുകളെ, പൊതുജനങ്ങളെ അങ്ങോട്ട് പ്രവേശിപ്പിക്കാത്ത തരത്തിലുള്ള കർശന നിർദ്ദേശം ഞാൻ എല്ലാ ഡിപ്പാർട്ട്മെൻറ്റുകൾക്കും കൊടുത്തിട്ടുണ്ട് എന്ന് ബഹുമാനപ്പെട്ട ആരോഗ്യമന്ത്രി പറഞ്ഞ നിയമസഭാ രേഖ 2021 ഞാനിപ്പോൾ ഗോപികൃഷ്ണൻ അയച്ചു തരാം. ഇനി ഗോപികൃഷ്ണൻ പറ, ഇവിടെ 2013 ഇവരുടെ വാദം ശരിവെച്ചുകൊണ്ട് 2013 തന്നെ നോൺ ഫിറ്റായ ഒരു ബിൽഡിംഗ് ആണ് എന്ന് വിധി എഴുതിയ ഒരു കെട്ടിടത്തിൽ, ഇപ്പോൾ ഇവർ പറയുന്നത് കേട്ടാൽ തോന്നും 2013 തൊട്ട് 2016 വരെ ശ്രീ ഉമ്മൻചാണ്ടി ഒന്നും ചെയ്തില്ല എന്നതാണല്ലോ ഇവരുടെ വാദഗതി. ഇപ്പോൾ 2016 മുതൽ 2025 വരെ 13 കൊല്ലത്തിന് ശേഷവും ആ ബിൽഡിംഗ് ഇപ്പോഴും ഉപയോഗിക്കുന്നു എന്ന് പറഞ്ഞാൽ അത് ആരുടെ വീഴ്ചയാണ്? നിങ്ങളുടെ അല്ലാതെ മറ്റാരുടെ വീഴ്ചയാണ്? അപ്പോൾ ആ കെട്ടിടത്തിൽ ഒരു സൈൻ ബോർഡ് ഉണ്ടായിരുന്നോ ഇത് ഉപയോഗിക്കാൻ പാടില്ല എന്ന് പറഞ്ഞുകൊണ്ട്? നമുക്കറിയാം, നിങ്ങളുടേതടക്കമുള്ള ചാനലുകളിൽ അവിടെ കാത്തിരുന്ന രോഗികളും അവരുടെ ബൈസ്റ്റാൻഡർമാരും ഈ ബാത്റൂമാണ് ഉപയോഗിച്ചുകൊണ്ടിരുന്നത് എന്നുള്ളത് വളരെ വ്യക്തമായിട്ട് അറിയാം. ഈ പൊളിഞ്ഞെടുത്ത് നിന്ന് ഒരല്പം കൂടി മാറി പൊളിഞ്ഞിരുന്നുവെങ്കിൽ അതുണ്ടാകാത്തതിൽ നമുക്ക് ദൈവത്തിന് നന്ദി പറയാം. കാരണം അതായിരുന്നുവെങ്കിൽ ഇതാകുമായിരുന്നില്ല ഇന്നത്തെ കാഷ്വാലിറ്റി. കാരണം ഏതാണ്ട് 100ഓളം രോഗികളും അവരുടെ കൂട്ടിരിപ്പുകാരും ഉണ്ടായിരുന്ന ഒരു കെട്ടിടത്തിൻ്റെ ഒരു സൈഡാണ് പൊളിഞ്ഞിരിക്കുന്നത്. ആ ബാത്റൂം കെട്ടിടമാണ് പൊളിഞ്ഞിരിക്കുന്നത്. ഒരല്പം കൂടെ മാറിയാണെങ്കിൽ ഇതാകുമായിരുന്നില്ല സ്ഥിതി എന്നുള്ളതായിരുന്നു ഒന്നാമത്തെ കാര്യം. അതായത് വേണ്ടത്ര സൈൻ ബോർഡുകൾ ഉണ്ടായിരുന്നില്ല. ഇനി രണ്ടാമത്തെ കാര്യം, അവിടെ 10:30 മണിക്കാണ്, 10:40 ഈ അപകടം ഉണ്ടാകുന്നത്. 11:10 ബഹുമാനപ്പെട്ട 2 മന്ത്രിമാർ അവിടെ വരാനുള്ള സാഹചര്യം ഉണ്ടായത്. ഇനി വരാനുള്ള സാഹചര്യം എങ്ങനെ ഉണ്ടായി എന്നതുകൂടി കേരളത്തിൻ്റെ പ്രേക്ഷകർ മനസ്സിലാക്കണം. ഈ മെഡിക്കൽ കോളേജിൽ നിന്ന് കൃത്യം 4 കിലോമീറ്റർ അകലെയായി തെള്ളകം എന്ന് പറയുന്ന പ്രദേശത്തെ ഒരു ആഡംബര കൺവെൻഷൻ സെന്ററിൽ കേരളത്തിലെ 13 മന്ത്രിമാരും, നിങ്ങൾ കേട്ടോളണം, മുഖ്യമന്ത്രി അടക്കം 13 മന്ത്രിമാർ, കേരളത്തിൻ്റെ DGP, കേരളത്തിൻ്റെ ചീഫ് സെക്രട്ടറി, അഡീഷണൽ ചീഫ് സെക്രട്ടറിമാർ, 4 ജില്ലയിലെ കളക്ടർമാർ, ഇത്രയും അധികം ആളുകൾ ഉണ്ടായിരുന്നു. എന്ന് പറഞ്ഞാൽ കേരളത്തിൻ്റെ 3/4%, 75% ഭരണ നിർവഹണ യന്ത്രം ഈ മെഡിക്കൽ കോളേജിൻ്റെ 4 കിലോമീറ്റർ ചുറ്റളവിലുണ്ടായിരുന്നു.
അതുണ്ടായതുകൊണ്ടാണ് 11:10 ഈ 2 മന്ത്രിമാർ വന്നത്. ഈ 2 മന്ത്രിമാർ വരുമ്പോൾ ഈ കെട്ടിടം പൊളിഞ്ഞു കിടക്കുന്നത് കാണുകയാണ്. ഈ കെട്ടിടം ഉപയോഗിച്ചുകൊണ്ടിരുന്നു എന്നുള്ളത് അവിടെ ഉപയോഗിച്ച ആളുകൾ തന്നെ നമ്മളോട്, മാധ്യമങ്ങളോടടക്കം പറയുകയാണ്. എന്നിട്ടും ഈ പൊളിഞ്ഞു കിടക്കുന്ന കെട്ടിടത്തിലെ വലിയ സ്ലാബുകൾ മാറ്റാൻ ഒരു JCB വേണം എന്നുള്ള സാമാന്യ ധാരണ ഇല്ലെങ്കിൽ സാമാന്യ ബോധം ഈ 2 മന്ത്രിമാർക്ക് ഉണ്ടാകാതെ പോയത് എന്തുകൊണ്ടാണ്? അവർ അന്നേരം ശ്രമിച്ചത് എന്തിനാണ്? അരമണിക്കൂർ വാർത്താ സമ്മേളനം. ആരുടെയൊക്കെ? ശ്രീ വാസവന്റെയും ശ്രീ വീണ ജോർജിന്റെയും. എന്താണ് അവർ പറഞ്ഞത്? അവർ പറഞ്ഞത് ആരോഗ്യ കേരളം നമ്പർ 1 ആണ്. ഞങ്ങൾ കെട്ടിടം കിഫ്ബി ഫണ്ടിൽ പണിതിരിക്കുകയാണ്. ഈ കിഫ്ബി ഫണ്ടിൽ പണിത കെട്ടിടം ഉദ്ഘാടനം ചെയ്യാൻ പോവുകയാണ്. ഉദ്ഘാടനം ചെയ്യാത്തതിന്റെ കാരണമായി CPM-കാർ തന്നെ പറയുന്നത് ഈ മന്ത്രിയുടെ കെടുകാര്യസ്ഥതയാണെന്നാണ്. ഞാൻ ആ വിഷയത്തിലേക്ക് കിടക്കുന്നില്ല, അതവിടെ നിൽക്കട്ടെ. ഈ മന്ത്രിമാർ 2 പേരും ഇവരുടെ PR വർക്കിന് വേണ്ടി, സർക്കാരിന്റെ PR വർക്കിന് വേണ്ടി ശ്രമിച്ചുകൊണ്ടിരുന്ന 1 മണിക്കൂർ നേരം ഒരു JCB വിളിച്ചിട്ടില്ല. എപ്പോഴാണ് JCB വിളിച്ചത്? അത് നിങ്ങൾ കണ്ടതാണ്. എങ്ങനെയാണ്? ശ്രീ ചാണ്ടി ഉമ്മനോട് ഇന്ന് മരണപ്പെട്ട ബിന്ദുവിന്റെ ഭർത്താവ് തന്നെ എൻ്റെ ഭാര്യയെ കാണാനില്ല എന്ന് പറഞ്ഞ് മകളടക്കം അവിടെ കരയുന്ന സാഹചര്യത്തിലാണ് ഒരിക്കൽ കൂടി അവിടെ പരിശോധിക്കണമെന്ന് പറഞ്ഞത്. 12 മണി കഴിഞ്ഞു ഗോപികൃഷ്ണൻ. 10:40 അപകടത്തിൽ 12 മണി കഴിയുമ്പോഴാണ് ഒരു JCB വിളിക്കുന്നത്. 12 ശരിയാണ്, JCB വന്നപ്പോൾ അങ്ങോട്ട് കയറി പോകാനുള്ള ഇടമുണ്ടായിരുന്നില്ല, അത് പൊളിച്ച് കയറി പോകേണ്ടി വന്നു. നമുക്ക് ഈ നഷ്ടം, 1 മണിക്കൂർ സമയനഷ്ടം ഉണ്ടായത് കൊണ്ട് കൂടിയാണ് ആ സ്ത്രീക്ക് അവിടെ മരണപ്പെടേണ്ട സാഹചര്യം ഉണ്ടായത്. ഇനി അവർ വീണപ്പോൾ തന്നെ അവർക്ക് ആന്തരിക രക്തസ്രാവം ഉണ്ടായി. നമുക്ക് നേരത്തെ രക്ഷപ്പെടുത്തിയിരുന്നെങ്കിൽ ഒരു ക്രിട്ടിക്കൽ കെയർ യൂണിറ്റിൽ നമുക്കൊരു ഒരു ജീവൻ രക്ഷിക്കാനുള്ള ഒരു സാധ്യതയെങ്കിലും ഉണ്ടാകുമായിരുന്നില്ലായിരുന്നോ? അപ്പോഴൊന്നും ഈ മന്ത്രിമാർ ഇത് ചെയ്തില്ല എന്ന് പറയുന്നതാണ് 2ാമത്തെ പ്രശ്നം. ഇനി 3ാമത്തെ പ്രശ്നം എന്താണ്? ഈ മന്ത്രിമാർ പറയാണ് ഇതിന്റെ അടിയിൽ യാതൊന്നുമില്ല, ആരുമില്ല, ഇത് ഉപയോഗിക്കാത്ത കെട്ടിടമാണ്. ഇത് ആരോട് ചോദിച്ചിട്ട്? ഈ മന്ത്രിമാർക്ക് എന്ത് ഉത്തരവാദിത്വമുണ്ട്? അല്ലെങ്കിൽ ഈ ഉദ്യോഗസ്ഥർക്ക് എന്ത് ഉത്തരവാദിത്വമുണ്ട്? കാരണം ഈ മെഡിക്കൽ കോളേജ് കെട്ടിടത്തിന്റെ ഏതൊക്കെ മുറി ആരൊക്കെ ഉപയോഗിക്കുന്നുണ്ട് എന്നറിയാത്തവരാണോ ആ മെഡിക്കൽ കോളേജിലെ ഉദ്യോഗസ്ഥന്മാർ? അങ്ങനെ തെറ്റായ ഒരു വാർത്ത ഇവർക്ക് കൊടുത്തുവെങ്കിൽ ആ ഉദ്യോഗസ്ഥരെ സസ്പെൻഡ് ചെയ്യണ്ടേ? ഞാൻ ഡോക്ടർമാരുടെ വൈദഗ്ധ്യത്തെക്കുറിച്ച് ഞാൻ ഇവിടെ ഡിബേറ്റ് ചെയ്യുന്നില്ല. കാരണം ഡോക്ടർ ജയകുമാറിന്റെ വൈദഗ്ധ്യത്തെക്കുറിച്ച് ഞങ്ങൾക്ക് ബഹുമാനമുള്ള ആളാണ്. അദ്ദേഹം നല്ല ഡോക്ടറാണ്, അതിനകത്ത് ഞങ്ങൾക്ക് സംശയമില്ല. പക്ഷേ ഒരു മെഡിക്കൽ കോളേജിന്റെ ഉദ്യോഗസ്ഥൻ എന്നുള്ള നിലയ്ക്ക് അവിടെ സൂപ്രണ്ടന്റും മറ്റു ഉദ്യോഗസ്ഥരും ചെയ്യേണ്ട ബേസിക് ആയ കാര്യങ്ങൾ ചെയ്തോ? ഏതൊക്കെ മുറിയിൽ ആരൊക്കെ കിടക്കുന്നുണ്ട്, ഏതൊക്കെ ഉപയോഗശൂന്യമായത് ഉപയോഗപ്പെടുന്നുണ്ട്, ഇതൊക്കെ പരിശോധിച്ച് പറയേണ്ടത് ആരാണ്? ഈ ഉദ്യോഗസ്ഥന്മാരല്ലേ? ഇല്ലെങ്കിൽ തന്നെ ഈ വന്ന 2 മന്ത്രിമാർ അവിടെയുള്ള ഒരു സെക്കൻഡ് അവിടെയുള്ള കൂട്ടിരിപ്പുകാരോട് കൂടി ചോദിച്ച് ഇത് മനസ്സിലാക്കി ചെയ്യേണ്ടതല്ലായിരുന്നോ? അപ്പൊ ഈ 2 മന്ത്രിമാർ PR വർക്കിന് പോയതാണ് 3ാമത്തെ പ്രശ്നമായി നമ്മുടെ മുമ്പിലുള്ളത്. ഇനി 4ാമത്തെ പ്രശ്നം, ഇവിടെ എന്തോ കുറേ അധികം കണക്കുകൾ ഇവിടെ ശ്രീ H. സലാം പറയുകയാണ്. ഞാനിപ്പോൾ ഗോപികൃഷ്ണന്റെ മൊബൈലിലേക്ക് ഈ കഴിഞ്ഞ ദിവസത്തെ ഒരു കണക്ക് വന്നിട്ടുണ്ട്. എന്താണ്? ഇപ്പൊ ആലപ്പുഴ മെഡിക്കൽ കോളേജിനെ കുറിച്ച് അദ്ദേഹം വലിയ കാര്യമായി പറയുന്നത് കണ്ടല്ലോ. എന്താണ് സാർ ഈ ആലപ്പുഴ മെഡിക്കൽ കോളേജിന് NMC നാഷണൽ മെഡിക്കൽ കൗൺസിൽ എന്തിനാണ് ഷോക്കോസ് നോട്ടീസ് അയച്ചത്? എന്തിനാണ് ഷോക്കോസ് നോട്ടീസ് അയച്ചത്? നിങ്ങളുടെ പ്രവർത്തികൾ, ആലപ്പുഴ മെഡിക്കൽ കോളേജിന്റെ പ്രവർത്തികൾ കാര്യക്ഷമമല്ല എന്ന് പറഞ്ഞുകൊണ്ടാണ് ഷോക്കോസ് നോട്ടീസ് അയച്ചത്. ബ്ലഡ് ബാങ്കിന്റെ ലൈസൻസ് പുതുക്കിയിട്ടില്ല എന്ന് പറഞ്ഞുകൊണ്ടാണ് ഷോക്കോസ് നോട്ടീസ് അയച്ചത്. ഇനി അതുമാത്രമല്ല, 18 സർജറി ഡോക്ടർമാർ വേണ്ട ഇദ്ദേഹത്തിന്റെ ജില്ലയായ ആലപ്പുഴ മെഡിക്കൽ കോളേജിൽ എത്ര സർജറി ഡോക്ടർമാരുണ്ട് ഗോപികൃഷ്ണൻ? 8 സർജറി ഡോക്ടർമാർ. കഴിഞ്ഞ ദിവസത്തെ HDC യോഗത്തിൽ തന്നെ ഒരു യൂണിറ്റ് ഇവിടെ നിന്ന് മാറ്റണം എന്ന് വരെ തീരുമാനമുണ്ടായി. അതായത് അവിടുത്തെ 3 കഴിഞ്ഞ അബിൻ, ഒരു മിനിറ്റ് ഞാൻ വരാം. ഞാൻ ശ്രീ ശിവശങ്കറിലേക്ക് കൂടി പോയിട്ട് നമുക്ക് വരാം. ഒരു മിനിറ്റ് അബിൻ ശ്രീ ശിവശങ്കറിലേക്ക് ഒന്ന് പോയിട്ട്. ശ്രീ ശിവശങ്കർ, ഈ BJP-യും ഇപ്പോൾ ആരോഗ്യമന്ത്രിയുടെ രാജി ആവശ്യപ്പെടുകയാണ്. നിങ്ങളും സർക്കാരിൻ്റെയും പാർട്ടിയുടെയും ഭാഷയിൽ പറഞ്ഞാൽ ഈ നുണപ്രചാരണത്തിൻ്റെ ഭാഗമായിരിക്കുകയാണോ? ഒരിക്കലുമല്ല ഗോപികൃഷ്ണൻ. ഇതിൻ്റെ ശ്രീ സലാം പറഞ്ഞ കണക്കുകളുടെ മറ്റ് ഭാഗങ്ങൾ നോക്കിയാൽ, അല്ലെങ്കിൽ അതിൻ്റെ യഥാർത്ഥ ചിത്രം നോക്കിയാൽ മനസ്സിലാവും, ആരോഗ്യ കേരളം എന്ന് ഇവർ വാഴ്ത്തിപ്പാടുന്ന ഒരു സംഭവം അതൊരു മഹാസംഭവമല്ല എന്ന് ഏത് കൊച്ചുകുട്ടിക്കും മനസ്സിലാവും. ഞാൻ കുറച്ച് സമയമെടുത്ത് കുറച്ച് കാര്യങ്ങൾ മാത്രം പറയാം. എന്തുകൊണ്ടാണ് ഇപ്പോൾ കണ്ണൂർ, തലശ്ശേരി മെഡിക്കൽ കോളേജുകളിൽ, അല്ലെങ്കിൽ ഹോസ്പിറ്റലിൽ സ്ലാബ് തകർന്നു വീണു എന്നും കണ്ണൂരിലെ മെഡിക്കൽ കോളേജിൽ ഇപ്പോൾ മറ്റൊരു രീതിയിലുള്ള അപകടങ്ങൾ ഉണ്ടായി എന്നും ഇപ്പോൾ താങ്കളുടെ ഈ 24 ന്യൂസിൽ തന്നെ വാർത്ത വരുന്നു. അതുപോലെ തന്നെ കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ കുടിവെള്ളം കിട്ടുന്നില്ല എന്ന് പറഞ്ഞ് 5
ദിവസം പൂട്ടിയിട്ടു എന്ന വാർത്ത നമ്മൾ കുറച്ച് ദിവസം കണ്ടു. ICUവിൽ ഈ കഴിഞ്ഞ മഴയിൽ വെള്ളം കയറിയിട്ട് ICUവിൽ നിന്ന് ആൾക്കാരെ പുറത്തേക്ക് ഇറക്കിയ വാർത്തയും നമ്മൾ കണ്ടിരുന്നു. തൊടുപുഴയിലും ഇതേപോലെ വെള്ളം കെട്ടുന്നു, ടർപ്പായ കെട്ടിയിട്ടാണ് അവിടെ തൊടുപുഴയിലെ കുറച്ച് ദിവസമായിട്ട് പ്രവർത്തിക്കുന്നത് എന്ന് കാണുന്നു. ഇത്തരത്തിൽ കേരളത്തിലെമ്പാടും കൊടിയ അനാസ്ഥയാണ് ഇത്തരത്തിലുള്ള ആരോഗ്യ കേരളം എന്ന് പറഞ്ഞ് നമ്മൾ മുന്നോട്ട് വയ്ക്കുന്നതായിരുന്നു. ഓരോ കോളേജിൻ്റെയും അല്ലെങ്കിൽ തന്നെ ഓരോ കാര്യം ഞാൻ പറയുന്നില്ല, മറ്റുള്ള പല സംഭവങ്ങളുമുണ്ട്. ഇത് നോക്കി പിന്നെ കാലിക്കറ്റ് MRI സ്കാനിങ് 2 വർഷമായിട്ട് പ്രവർത്തിക്കുന്നില്ല എന്ന കണക്ക് വരുന്നു. കണ്ണൂരെ ഒരു ഗ്യാസ്ട്രോ അവരുടെ ഡിവിഷൻ ഗ്യാസ്ട്രോൻ്റെ 4 വർഷമായിട്ട് അവിടെ ഗ്യാസ്ട്രോൻ്റെ പ്രവർത്തിക്കുന്നില്ല. അവിടെ ഒരു ഡോക്ടറുമില്ല, ഒന്നുമില്ല. കാസർഗോഡ് 2012 തുടങ്ങിയത് OP മാത്രമായിട്ട് ഇപ്പോൾ പ്രവർത്തിക്കുന്നു. 275 ഡോക്ടർമാരും അതുപോലെ തന്നെ പാരാമെഡിക്കൽ സ്റ്റാഫും വേണ്ടടുത്ത് 90 പേരെ വെച്ചു. 80 പേര് മാത്രമേ ജോലി ചെയ്യുന്നുള്ളൂ, OP മാത്രം. ഞാൻ ഏതാണ്ട് ഒരു കണക്ക് പറഞ്ഞ് അവസാനിപ്പിക്കുന്നു. കഴിഞ്ഞ ബഡ്ജറ്റിൽ വെച്ച ബഡ്ജറ്റിൽ 40% വെട്ടിക്കുറച്ചു എന്നുള്ള ഒരു കഥയും ഒരു കണക്കുകളും നമ്മൾ ഈയിടെയായിട്ട് കേൾക്കുന്നുണ്ട്. അപ്പോൾ എന്തുകൊണ്ടാണ് ഇവിടെ ഈ കോട്ടയം മെഡിക്കൽ കോളേജിൽ സ്ത്രീകൾക്ക് ഈ പൊളിച്ച അല്ലെങ്കിൽ തകർന്നു കിടക്കുന്ന അല്ലെങ്കിൽ തകരാൻ സാധ്യതയുള്ള ഈ കെട്ടിടത്തിലേക്ക് ആ ശുചിമുറി ഉപയോഗിക്കേണ്ടി വന്നത്? മറ്റ് കെട്ടിടങ്ങളിൽ അധികം ആളുകളുണ്ട്, അവിടെ ഉപയോഗിക്കാൻ പറ്റുന്നില്ല, ഇവർക്ക് കയറാൻ പറ്റുന്നില്ല എന്നുള്ളത് കൊണ്ടല്ലേ. സലാം ഇപ്പോൾ ഒരു കണക്ക് പറഞ്ഞു, മറ്റുള്ള എല്ലാ മെഡിക്കൽ കോളേജുകളിലും ധാരാളമായി ആളുകൾ വരുന്നു. 1000ഉം 1200ഉം ബെഡുകളുള്ള സ്ഥലത്ത് 2000-നടുത്തുള്ള ബെഡുകൾ ആൾക്കാർ വരുന്നു, കിടക്കാൻ പറ്റുന്നില്ല. അദ്ദേഹം അത് വലിയൊരു കഴിവായി പറഞ്ഞു. നമ്മൾ മനസ്സിലാക്കേണ്ട കണക്ക് 2016-ൽ 38,400 ബെഡുകളുമായിട്ടാണ് കേരളം ഈ സംസ്ഥാനത്തെ പിണറായി സർക്കാർ അധികാരത്തിൽ വരുന്നത്. ഇന്ന് 2025-ൽ ഈ സംസ്ഥാന സർക്കാർ നിലവിലുള്ളപ്പോൾ 38,526 ബെഡുകൾ മാത്രമാണ് ഇന്ന് സംസ്ഥാനത്തുള്ളത്. അതായത് 126 ബെഡുകൾ മാത്രമാണ് ഈ 10 വർഷം കൊണ്ട് ഇവർക്ക് ഉയർത്താൻ പറ്റുന്നത്. മറ്റ് സംസ്ഥാനങ്ങളിൽ അതുപോലെ കർണാടകയിലും തമിഴ്നാട്ടിൽ പോലും 10% കഴിഞ്ഞ 10 വർഷമായിട്ട് ഇവർ ഉയർത്തിയിരുന്നത്. ഏതാണ്ട് 4,000-5,000 ബെഡുകൾ അഡീഷണൽ ആയിട്ട് വരുന്നു. നമുക്ക് നോക്കൂ, കേരളത്തിലെ ഓരോ ഗ്രാമങ്ങളിൽ പോലും ഭേദപ്പെട്ട നല്ല രീതിയിൽ പ്രവർത്തിക്കുന്ന പ്രത്യേകിച്ച് ക്രിസ്ത്യൻ മിഷണറിമാരുടെ എല്ലാം വളരെ കുറഞ്ഞ വരുമാനത്തിൽ സാമ്പത്തികമായ ചിലവിൽ നൽകാവുന്ന നല്ല മെഡിക്കൽ ആശുപത്രികൾ ഉള്ളപ്പോഴും എന്തുകൊണ്ടാണ് കേരളത്തിലേക്ക് അതും കൂടി ഇല്ലായിരുന്നെങ്കിലത്തെ സ്ഥിതി എന്തായിരുന്നു? അപ്പോൾ അത്തരം ആശുപത്രികൾ ഉള്ളത് കൊണ്ടാണ് ഇങ്ങോട്ട് മെഡിക്കൽ കോളേജിലേക്ക് ഇത്രയേറെ കുത്തിക്കയറ്റം ഇല്ലാത്തത്, ജനങ്ങളുടെ വരവ് കുറയുന്നത്. അതുകൂടി ഇല്ലായിരുന്നെങ്കിൽ വളരെ കൂടിയേനെ. മറ്റ് സംസ്ഥാനങ്ങളിൽ നോക്കൂ, 10%-ഓളം 4,000-5,000 ബെഡുകൾ കൂട്ടിയപ്പോൾ ഇവിടെ 146 ബെഡുകൾ മാത്രമേ കൂട്ടിയിട്ടുള്ളൂ. അതുപോലെ PSCയുടെ കാര്യത്തിൽ ഏതാണ്ട് കഴിഞ്ഞ എത്രയോ വർഷങ്ങളായി 2015-ൽ 842 PSC ഉണ്ടായിരുന്നപ്പോൾ ഇപ്പോൾ 856, വെറും 14 പബ്ലിക് ഹെൽത്ത് സെൻറ്റേഴ്സ് അതുമാത്രമാണ് ഇവർക്ക് തുടങ്ങാൻ സാധിച്ചിരിക്കുന്നത്. ഇതെല്ലാം കണക്കുകൾ സൂചിപ്പിക്കുന്നതാണ്. അപ്പോൾ കേരളത്തിലെ ആരോഗ്യ മേഖലയിൽ വളർച്ചയുണ്ടായിട്ടില്ല, എന്നാൽ തകർച്ചയുണ്ടായിരിക്കുന്നു, കാര്യമായ നേട്ടമുണ്ടായിട്ടില്ല. എന്നിട്ട് അദ്ദേഹം പറയുകയാണ് ഹൃദയ ശസ്ത്രക്രിയ നടന്നു. അതെല്ലാം അവിടുത്തെ ഡോക്ടർമാരുടെ കഴിവുകൊണ്ടാണ് നടന്നതാണ്, സർക്കാരല്ലല്ലോ, ആരോഗ്യമന്ത്രിയും വാസവനും അല്ലല്ലോ ഇത് നടത്തുന്നത്. അല്ലെങ്കിൽ അത്തരത്തിലുള്ള സർക്കാരിൻ്റെ ചിലവ് എന്താ ഉള്ളത്? അവിടെ മിനിമം ഫെസിലിറ്റി കൊടുത്തു, കഴിവുള്ള ഡോക്ടർമാർ അത് ചെയ്യുന്നു. ഒരു കാര്യം കൂടി ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നു. അല്ല, ഒരു മിനിറ്റ് ഞാൻ പറഞ്ഞു കഴിയട്ടെ. ഇവിടെ ഈ ഇതിൽ അനാസ്ഥ, കൊടിയ അനാസ്ഥ. സലാം, ഒരു മിനിറ്റ് സലാം. അല്ല, ഞാൻ ചെറിയ ഇടവേള എടുത്തിട്ട് വരാം. ഒരൊറ്റ കാര്യം പറഞ്ഞാൽ അവസാനിപ്പിക്കട്ടെ ഗോപികൃഷ്ണൻ, ഒരൊറ്റ കാര്യം കൂടി. ഇവിടെ കൊടിയ അനാസ്ഥ ഉണ്ടായി എന്ന് പറയാനുള്ള മറ്റൊരു കാരണം, ഇവിടെ ആരോഗ്യമന്ത്രിയും വാസവനും ഇവിടെ വരുന്നു, അവിടെ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ഉണ്ടാകുന്നു, എല്ലാവരും പറഞ്ഞു കഴിഞ്ഞു. നിങ്ങൾ ആലോചിച്ച് നോക്കൂ, ആ കുടുംബത്തേക്ക് എന്തുകൊണ്ട് ഇവരാരും പോയില്ല? കുടുംബത്തേക്ക് പോയപ്പോഴും പോലും നോക്കൂ, ഒരു രാജാവിനെ പോലെ ഇരിക്കുകയും ആ വിശ്രുതനെന്ന ഭർത്താവിനെ നിർത്തിക്കൊണ്ട് സംസാരിക്കുകയും ചെയ്യുന്നത് ഒരു മന്ത്രിക്ക് ചേർന്നതാണ്. ഒരു ജനകീയ, താങ്കൾ പറഞ്ഞതുപോലെ ഒരു ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ജനപ്രാതിനിധ്യമുള്ള മന്ത്രിസഭയിലെ ഒരു പ്രധാനപ്പെട്ട മന്ത്രി അങ്ങനെയാണോ സംസാരിക്കുന്നത്? മറുപടി പറയട്ടെ. മാത്രമല്ല, അദ്ദേഹം പറഞ്ഞതുപോലെ കണക്കുകൾ വെച്ചാണെങ്കിൽ കണക്കുകൾ വെച്ച് സംസാരിക്കുക, അതല്ല വൈകാരികമായ അംശമാണെങ്കിൽ അതുമുണ്ട് ഈ കാര്യങ്ങളിൽ. ഏതായാലും വസ്തുതകളായി നമ്മൾ പരിശോധിക്കുകയും അതേസമയം തന്നെ കേരളത്തിന്റെ ആരോഗ്യ മേഖലയിലെ കുഴപ്പങ്ങൾ ഉണ്ടെങ്കിൽ അത് കണ്ടെത്തി പരിഹരിക്കാൻ വേണ്ടിയുള്ള ശ്രമങ്ങൾ ഉണ്ടാവുകയും വേണം. അതുകൂടിയാണ് ഈ ചർച്ചയിൽ ഉരുത്തിരിഞ്ഞു വരേണ്ടത്. എന്നാൽ ഈ വിഷയത്തിൽ രാഷ്ട്രീയമുണ്ടോ എന്ന് ചോദിച്ചാൽ ഈ വിഷയത്തിൽ രാഷ്ട്രീയം കൂടി കലർന്നിട്ടുണ്ട്. ശ്രീ സലാം, പറഞ്ഞു വരുമ്പോൾ കണക്കുകളും എതിരാവുകയാണോ? കണക്കല്ല, ഈ കള്ളക്കണക്ക് BJPക്കാർ വന്ന് പറയുമ്പോൾ നമ്മളത് ഗൗരവമായിട്ട് കണക്കിലെടുക്കേണ്ട കാര്യമില്ല. ശ്രീ ശിവശങ്കർ വളരെ ഭംഗിയായിട്ട് ഇങ്ങനെ മനോഹരമായി ഈ കണക്കിൽ കള്ളം പറയാൻ വിദഗ്ധനായിട്ടൊരു മനുഷ്യനാണ്. ഇവിടെ അഭിനവർക്ക് താമസിച്ച് വന്നുകൊണ്ടാണ് പ്രിയപ്പെട്ട സഹോദരി ബിന്ദുവിൻ്റെ ആ വേർപാട് നമുക്കെല്ലാം ഒരുപോലെ വേദന ഉണ്ടാക്കുന്ന കാര്യമാണ്. ആ സംഭവത്തെ ഒന്നും നമുക്കൊന്നും ന്യായീകരിക്കാൻ
ഒരു നിലപാടൊന്നും ഞങ്ങളാരും ഇവിടെ പറഞ്ഞിട്ടില്ല. അബിൻ വർക്കി കേൾക്കാത്തതുകൊണ്ട് പറഞ്ഞു പോയിട്ടുള്ളതായിരിക്കാം. അദ്ദേഹം ശിവശങ്കർ പറഞ്ഞപ്പോൾ എന്താ മെഡിക്കൽ സീറ്റ് ബെഡ് കൂട്ടിയിട്ടില്ല, ബെഡ് കൂട്ടി എങ്ങനെ കൂട്ടുന്നത്? മെഡിക്കൽ കോളേജ് ബെഡ് കൂട്ടുന്നത് എങ്ങനെയാണ് സാർ? ഇന്ത്യൻ മെഡിക്കൽ കൗൺസിലിന്റെ ശുപാർശ പ്രകാരമല്ലേ മെഡിക്കൽ CPM-കാരെ പോലെയല്ല, ഞാൻ വീട്ടിലുണ്ടായിരുന്നു, അതുകൊണ്ടാണ് സാഹചര്യം ഉണ്ടായത്. അബിൻ വർക്കി നിങ്ങളെ കുറ്റം പറഞ്ഞതല്ല, നിങ്ങൾ മുഴുവൻ കേട്ടിട്ട് പറയും, നിങ്ങളെ കുറ്റം പറഞ്ഞതല്ല. അതിനെ ഒന്നും ആ ദുഃഖം നമ്മുടെ ഒരുപാട് ദുഃഖം തന്നെയാണെന്ന് ഞാൻ പറഞ്ഞത്, കുറ്റം പറഞ്ഞതല്ല ഞാൻ. ആ ആരോഗ്യമന്ത്രി ഒന്നും കണ്ടില്ലല്ലോ. ആരോഗ്യമന്ത്രിക്ക് ദുഃഖമില്ലായിരുന്നു. മുഖ്യമന്ത്രി അവിടെ ഉണ്ടായിരുന്നല്ലോ. 14 മന്ത്രിമാരുണ്ടായിരുന്നല്ലോ. ഞാൻ പറയട്ടെ ശരി. മന്ത്രി വി എൻ വാസവൻ പോയിരുന്നു. ശരി ശരി അബിൻ, മന്ത്രി വി എൻ വാസവൻ പോയിരുന്നു. ശരിയാണ്, ആരോഗ്യമന്ത്രി മറ്റുള്ളവരും വന്നില്ല. അത് ശരി. ഏതായാലും ശിവശങ്കർ മുഴുമിക്കട്ടെ. ബെഡ് കൂട്ടിയിട്ടില്ല എന്ന് ശിവശങ്കർ പറഞ്ഞു. എങ്ങനെയാണ് മെഡിക്കൽ കോളേജിൽ എങ്ങനെയാ ബെഡ് കൂടുന്നത്? എങ്ങനെയാ സാർ? അവിടെ മെഡിക്കൽ സീറ്റിനെ അടിസ്ഥാനമാക്കിയല്ലേ ബെഡ് സ്ട്രെങ്ത് ഉണ്ടാവുന്ന, അങ്ങനെയല്ലേ? അത് ഇന്ത്യൻ മെഡിക്കൽ കൗൺസിലിന്റെ നിബന്ധനകളില്ലേ, മാനദണ്ഡങ്ങളില്ലേ? അല്ലാതെ സംസ്ഥാന ഗവൺമെന്റ് ബെഡ് കൂട്ടിയാക്കാൻ തീരുമാനിക്കാൻ പറ്റും. ഞാൻ പറഞ്ഞതല്ല, സാങ്ഷൻഡ് ബെഡിനേക്കാളും കൂടുതൽ രോഗികളെ ഐ പി തന്നെ ചികിത്സിക്കുന്നു പല ഹോസ്പിറ്റലിൽ വന്ന് എന്നാണ് ഞാൻ പറഞ്ഞത്. നമ്മുടെ ഒരു ആധിക്യം പറയാൻ വേണ്ടി ഞാൻ പറഞ്ഞതാണ്. ഇവിടെ ശ്രീ അബിൻ വർക്കി അദ്ദേഹം പറഞ്ഞപ്പോൾ നിങ്ങൾ ആലോചിക്കേണ്ട കാര്യം, നിങ്ങളുടെ ഭരണത്തിൻ്റെ കാലത്തുണ്ടായ പ്രയാസം കേരളത്തെ ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് ഒരു ഗവർണർ ഒരു ആശുപത്രി ചികിത്സയുടെ ഭാഗമായി അണുബാധ ഉണ്ടായി മരണപ്പെട്ടത് ശ്രീ സിക്കന്ദർ ഭക്താണ്. BJP പ്രതിനിധിക്ക് അറിയാൻ പറ്റും വ്യക്തമായി. 2004 അന്ന് ശ്രീ കടവൂർ ശിവദാസനാണ് കേരളത്തിലെ ആരോഗ്യവകുപ്പ് മന്ത്രി. നമ്മുടെ കേരളത്തിലെ ആശുപത്രിയിൽ അണുബാധ ഉണ്ടായി ഗവർണർ മരണപ്പെട്ട സംഭവമാണ്. അതിന് സമാനമായി അങ്ങനെ ഒരു അനാസ്ഥയുടെ ഭാഗമായ ഒരു സംഭവമാണോ നമ്മൾ ഈ പറയുന്ന കാര്യം? ഒരു അപകടമല്ലേ? UDF പ്രതിപക്ഷം ടോട്ടലായി നോക്കിയാൽ അപകടങ്ങളിൽ അഭയം പ്രാപിക്കുകയാണ്. രാഷ്ട്രീയമായ നേട്ടത്തിന് വേണ്ടി അപകടങ്ങളിൽ അഭയം പ്രാപിക്കുന്ന നിലയിലേക്ക് കേരളത്തിൽ പ്രതിപക്ഷം ഇന്ന് മാറുന്നു എന്നുള്ളതല്ലേ നമുക്കിപ്പോൾ കാണപ്പെടുന്ന കാര്യം. അല്ലെ വസ്തുതാപരമായി എന്തെങ്കിലും കാര്യം പറഞ്ഞിട്ടാണോ? ഇവിടെ ശ്രീ ശിവശങ്കർ എന്താ പറഞ്ഞത്? കേരളത്തിലേക്ക് കുടുംബാരോഗ്യ കേന്ദ്രങ്ങൾ സാർ ആരാണ് ആരംഭിച്ചത്? ഡോക്ടർമാരുടെ എണ്ണം കൂട്ടി മരുന്നിൻ്റെ അളവ് കൂട്ടിയിട്ട് എത്രയാ 885 കുടുംബാരോഗ്യ കേന്ദ്രങ്ങൾ ഇന്ന് കേരളത്തിലുണ്ട്. UDF കാലത്ത് കുടുംബാരോഗ്യ കേന്ദ്രം ഉണ്ടോ കേരളത്തിൽ? ഉണ്ടോ? 5416 ജനകീയാരോഗ്യ കേന്ദ്രങ്ങളുണ്ട് ഈ കേരളത്തിൽ. ഈ ഗവൺമെൻറ് വന്ന ശേഷം അതിൻ്റെ സിസ്റ്റം മെച്ചപ്പെടുത്തിൻ്റെ ഭാഗമായിട്ടാണ് 200, 300, 400 OP വരെ താഴത്തെ കുടുംബാരോഗ്യ കേന്ദ്രങ്ങളിൽ സാധാരണക്കാരായ പഞ്ചായത്ത് പ്രദേശങ്ങളിൽ താമസിക്കുന്ന ആൾക്കാർ വരുന്നുണ്ട്. നഗരാരോഗ്യ കേന്ദ്രങ്ങളിൽ അവിടെ രോഗികൾ വരുന്നുണ്ട്. അതിന് പുറമെയാണ് റെഫറൽ ഹോസ്പിറ്റൽ എന്ന് പറഞ്ഞാലെങ്കിൽ നമ്മൾ പറയുമെങ്കിലും ജനങ്ങൾ നേരെ ഇങ്ങ് വരുന്ന സാഹചര്യം നമ്മുടെ ഹോസ്പിറ്റലിലുണ്ട്. അതൊന്ന് പരിഹരിക്കാൻ എങ്ങനെ കഴിയുമെന്ന കാര്യം നമ്മൾ ആലോചിക്കേണ്ട ഒരു ഗൗരവമായ പ്രശ്നം കൂടിയാണ്. ഞാൻ പറയുന്നൊരു കാര്യം, നമ്മുടെ ഗവൺമെൻറ് സിസ്റ്റത്തിൻ്റെ ഭാഗമായ ഈ ഹെൽത്ത് സെക്ടറിൽ രോഗികൾ ഈ പറഞ്ഞ പോലെ ചികിത്സിക്കാൻ വരുമ്പോൾ അവരുടെ സൗകര്യം വർദ്ധിപ്പിക്കാനും ആധുനികമായ ചികിത്സ കൊടുക്കാനും കഴിയുന്ന സൗകര്യം ഉണ്ടാക്കുക എന്നുള്ളതാണ് ഒരു സർക്കാരിൻ്റെ ബാധ്യത. അത് കൃത്യമായി ചെയ്യുന്ന ഗവൺമെൻറ്റും മന്ത്രിയുമാണ് വീണ ജോർജ് LDFിൻ്റെ ഗവൺമെൻറ്റും. അത് ഈ 9 വർഷക്കാലം 2 സർക്കാരിൻ്റെ കാലം നോക്കിയാലും കാണാൻ പറ്റും. അതിൽ കോട്ടയം മെഡിക്കൽ കോളേജ് മാത്രമാണ് ഞാൻ ഈ കണക്ക് പറഞ്ഞത്. കുറേ സ്കീമുകൾ നോക്കിയാൽ കാണാം. അതെല്ലാം ഇംപ്ലിമെൻറ്റ് ചെയ്യപ്പെടുമ്പോൾ അതിൻ്റെ വലിയ സൗകര്യമാണ് വരുന്നത്. 10-15 പുതിയ തിയേറ്റർ, മോഡുലാർ തിയേറ്റർ വരികയാണ് അവിടെ. ഈ പറഞ്ഞ സർജിക്കൽ ബ്ലോക്കിലുണ്ട്. കാർഡിയോളജി 2ാം ഘട്ടത്തിൻ്റെ പ്രവർത്തനം പൂർത്തീകരിക്കപ്പെടുന്നു. അവിടെ പുതിയ MRI സ്കാൻ, CT സ്കാൻ, ഇങ്ങനെയെല്ലാമുള്ള ആധുനികമായ ഉപകരണങ്ങൾ, പുതിയ ഉപകരണങ്ങൾ കൊണ്ടുവന്ന് വെക്കുന്നു. എത്ര കോടിയാ? കോടിക്കണക്കായ പണം മുടക്കി ചെയ്യാണ്. ഇതാണ് ജനങ്ങൾ. സത്യത്തിൽ ഇപ്പോൾ സമയം വളരെ ചുരുങ്ങിപ്പോയത് കൊണ്ടാണ്, അല്ലെങ്കിൽ നമുക്ക് ഈ കാര്യങ്ങളിൽ ഒരുപാട് കാര്യങ്ങൾ ഡിബേറ്റ് ചെയ്യാനുണ്ട്. ഗോപേഷൻ 2 മിനിറ്റ് മാത്രം. ഒരു മിനിറ്റ് നിർത്തണം. 1 മിനിറ്റ്, എനിക്കൊരു ഇടവേളയുണ്ട്, അതുകൊണ്ടാണ്. ശരി, 2 കാര്യങ്ങൾ. അദ്ദേഹം പറഞ്ഞ കണക്കുകളിൽ സെൻട്രൽ മെഡിക്കൽ കോളേജിലെ സീറ്റല്ല, ടോട്ടൽ PSCയിലെ കണക്കുകൾ എടുത്തിട്ടാണ് ഞാൻ 38,400 അതിനുശേഷം 38,526 എന്ന കണക്ക് പറഞ്ഞത്. മെഡിക്കൽ കോളേജിലല്ല. 1. 2, അദ്ദേഹം തന്നെ പറഞ്ഞിരുന്നു PSC 856. അത് 2014-15 അദ്ദേഹം പിണറായി വിജയൻ അധികാരത്തിൽ വന്നപ്പോൾ അത് 842 അപ്പോൾ അദ്ദേഹം പറഞ്ഞ കണക്കുകളും പറഞ്ഞാൽ ഞാൻ പറഞ്ഞ കണക്ക് ശരി, വെറും 16 മാത്രമേ കൂടിയിട്ടുള്ളൂ. 3ാമത്തെ കാര്യം, ഈ സംസ്ഥാനത്ത് മെഡിക്കൽ കോളേജുകളിൽ ഗവൺമെന്റ് മെഡിക്കൽ കോളേജ് 173 കോടി മുടക്കിയപ്പോൾ 120 കോടി കേന്ദ്ര സർക്കാരിന്റെയാണ്. കാലിക്കറ്റിൽ 120 കോടി മുടക്കി അവിടെ വലിയ ഡെവലപ്മെന്റ് 90 കോടി കേന്ദ്ര സർക്കാരിന്റെയാണ്. ട്രിവാൻഡ്രം മെഡിക്കൽ കോളേജ് 120 കോടി 100 കോടി കേന്ദ്ര സർക്കാരിന്റെയാണ്. ശ്രീചിത്ര മെഡിക്കൽ കോളേജ് 230 കോടി മുടക്കിയപ്പോൾ 120 കോടി കേന്ദ്ര സർക്കാരിന്റെയാണ്. അതുപോലെ തന്നെ ജനൌഷധിയുടെ കാര്യത്തിൽ ഏതാണ്ട് 1000 ചില്ലാൻ ജനൌഷധി കേന്ദ്രങ്ങൾ. ഈ കണക്കുകളൊക്കെ അവിടെ നിൽക്കുമ്പോൾ ശ്രീ എസ് സലാം, കോട്ടയത്ത് എത്ര കോടിയാ കേന്ദ്രത്തിന്റെ?
ഈ കോട്ടയത്ത് എത്ര കോടിയാ കേന്ദ്രത്തിന് പറഞ്ഞേ? കോട്ടയത്ത് നിങ്ങൾ അപ്ലൈ ചെയ്തിട്ടുണ്ടോ? കോട്ടയത്ത് എത്ര കോട്ടയത്ത് കോടി അപ്ലൈ ചെയ്തിട്ട് കിട്ടിയിട്ടില്ലെന്നുണ്ടോ? കോട്ടയത്ത് നിങ്ങൾ അപ്ലൈ ചെയ്തിട്ടുണ്ടോ? അപ്ലൈ ചെയ്ത് കിട്ടിയ കഥയെ ഞാൻ ഈ എന്റെ പറഞ്ഞത്. സാർ, കോട്ടയത്ത് അപ്ലൈ ചെയ്തിട്ടില്ല സാർ. കോട്ടയത്ത് അപ്ലൈ ചെയ്തിട്ടില്ല. കോട്ടയത്ത് അപ്ലൈ ചെയ്തിട്ടില്ല. ശ്രീ അബിൻ വർക്കി, ഈ സംഭവങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ ആരോഗ്യമന്ത്രിയുടെ രാജി ആവശ്യപ്പെടുകയാണ് പ്രതിപക്ഷം. ജനങ്ങളിൽ തെറ്റിദ്ധാരണ ഉണ്ടാക്കി കാലുഷ്യം സൃഷ്ടിക്കുകയാണ് പ്രതിപക്ഷ നേതാവ് എന്നാണ് സർക്കാരിൻ്റെയും പാർട്ടിയുടെയും നിലപാട്. അല്ല ഗോപികൃഷ്ണൻ, ഇവിടെ നമ്പർ 1 കേരളം എന്ന് വീമ്പിളക്കുന്ന സമയത്ത് തന്നെയാണ് തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ അത്യാവശ്യ ശസ്ത്രക്രിയാ ഉപകരണങ്ങൾ ഇല്ലാത്തത് കാരണം ഏറ്റവും പ്രധാനപ്പെട്ട ഡോക്ടർ എന്ന് ഈ ആരോഗ്യമന്ത്രി തന്നെ പറയുന്ന ഡോക്ടർ ഹാരിസ് പരാതി പറയുന്നതും അവിടെ ശസ്ത്രക്രിയ മുടങ്ങുന്നതും ആ കാഴ്ച നമ്മൾ കണ്ടതാണ്. 2, ഇവിടെ നമ്പർ 1 എന്ന് പറയുമ്പോൾ തന്നെയാണ് കോഴിക്കോട് മെഡിക്കൽ കോളേജിൻ്റെ പുതിയ ബ്ലോക്കിൽ തീ പിടിക്കുന്നതും അവിടെ ICU യൂണിറ്റിൽ നിന്ന് ആളുകളെ മാറ്റുന്നതിനിടയിൽ തന്നെ ആളുകൾ മരണപ്പെടുന്ന കാഴ്ച നമ്മൾ കണ്ടതാണ്. ഈ കോട്ടയം മെഡിക്കൽ കോളേജിൽ തന്നെ ഇതിനു മുമ്പ് ഓക്സിജൻ കിട്ടാതെ തങ്കച്ചൻ എന്ന് പറയുന്ന ഒരു രോഗി മരിച്ച കാഴ്ച നമ്മൾ കണ്ടതാണ്. ഈ കോട്ടയം മെഡിക്കൽ കോളേജിന്റെ പുതിയ ബിൽഡിംഗ് പണിയുന്നതിനിടയ്ക്ക് അഗ്നിബാധ വന്നത് നമ്മൾ കണ്ടതാണ്. ഇനിയിപ്പോൾ ഇദ്ദേഹം കുറെ കണക്കുകൾ ഇവിടെ പറയുന്നുണ്ടല്ലോ, UDFന്റെ കാലഘട്ടത്തിൽ ഒന്നും ചെയ്തില്ല എന്നൊക്കെ. ഈ കേരളത്തിലെ 12 ഗവൺമെന്റ് മെഡിക്കൽ കോളേജിൽ 9 തുടങ്ങിയ UDFനോടാണ് ഇവിടെ UDF ഒന്നും ചെയ്യുന്നില്ല എന്നൊക്കെ പറയുന്നത്. അപ്പോൾ ഇദ്ദേഹത്തിന്റെ കാലഘട്ടത്തിന്റെ അവസ്ഥ എന്താ? ഇപ്പോൾ ഇദ്ദേഹത്തിന്റെ ആലപ്പുഴ ജില്ലയിലെ ആലപ്പുഴ മെഡിക്കൽ കോളേജിന്റെ അവസ്ഥ എന്താ? ഞാൻ 2 വാർത്ത ഗോപികൃഷ്ണൻ അയച്ചിട്ടുണ്ട്. ഞാൻ അത് ആദ്യം പറഞ്ഞപ്പോൾ പൂർത്തീകരിക്കാൻ പറ്റിയില്ല. NMC നാഷണൽ മെഡിക്കൽ കൗൺസിൽ ഷോക്കോസ് നോട്ടീസ് അയച്ചു ആലപ്പുഴ മെഡിക്കൽ കോളേജിന്. എന്തുകൊണ്ടാണ്? വേണ്ടത്ര യാതൊരുവിധ സജ്ജീകരണങ്ങളും ഇല്ല എന്ന് പറഞ്ഞ് 18 സർജറി ഡോക്ടർമാർ വേണ്ടടുത്ത് 8 എണ്ണമാണുള്ളത്. അവിടെ ഹാർട്ട് ബൈപ്പാസ് സർജറിക്ക് വേണ്ട അത്യാവശ്യ സാമഗ്രികൾ ഇല്ലാത്തത് കാരണം അവിടെ 4 രോഗികൾ മരണപ്പെട്ടു. ആ 4 രോഗികൾ എങ്ങനെ മരണപ്പെട്ടു? ഹാർട്ട് ലങ് എന്ന് പറയുന്ന ഒരു ഉപകരണം, ആ ഉപകരണം ഇല്ലാത്തത് കാരണം പിന്നീട് അത് വന്നു കഴിഞ്ഞ് ആലപ്പുഴ മെഡിക്കൽ കോളേജിൽ നിന്ന് രജിസ്റ്റർ ചെയ്ത 4 ഹൃദ്രോഗികളെ വിളിച്ചു കഴിഞ്ഞപ്പോൾ അവർ പറഞ്ഞു 4 പേരും മരിച്ചുപോയി എന്ന് പറഞ്ഞു. ഇങ്ങനെ ഏറ്റവും അനാസ്ഥക്ക് ഏറ്റവും വലിയ ഉദാഹരണമല്ലേ ബ്ലഡ് ബാങ്കിന്റെ എക്സ്പയറി ഡേറ്റ്, രജിസ്ട്രേഷന്റെ എക്സ്പയറി ഡേറ്റ് ആലപ്പുഴ മെഡിക്കൽ ചോദിക്കുന്നത് എവിടെയാണ്? അല്ലല്ല, ഒരു മിനിറ്റ് ശ്രീ അബിൻ വർക്കി, ശ്രീ എസ്സലാം ചോദിച്ചത് ഇത് എവിടെയാണ് ഈ താങ്കൾ പറഞ്ഞ സംഭവം? അതാണ്, അത് എന്ത് കണക്കാന്ന് അദ്ദേഹം ചോദിക്കുന്നു. 4 രോഗിയെ വിളിച്ചു നാഷണൽ മെഡിക്കൽ കൗൺസിൽ. ഞാൻ എസ്സലാമിനോട് ഒരു ചോദ്യം ചോദിക്കട്ടെ, ഏത് 4 രോഗികളുടെ കാര്യമാണ് താങ്കൾ പറഞ്ഞത്? കോളേജിന് എന്തിനാണ് നോട്ടീസ് അയച്ചത്? ഇല്ല, ഏത് 4 രോഗി? മെഡിക്കൽ കൗൺസിൽ, നാഷണൽ മെഡിക്കൽ കൗൺസിൽ ആലപ്പുഴ മെഡിക്കൽ കോളേജിന് എന്തിനാണ് ഷോക്കോസ് നോട്ടീസ് അയച്ചത്? അല്ല അബിൻ വർക്കി, ശ്രീ എസ്സലാം ചോദിച്ചത് 4 രോഗികളുടെ കാര്യം വിളിച്ചു ചോദിച്ചപ്പോൾ അവർ മരിച്ചുപോയി എന്ന് പറഞ്ഞല്ലോ താങ്കൾ. അത് ഏത് വിവരത്തിന്റെ അടിസ്ഥാനത്തിലാണെന്നാണ് അദ്ദേഹം ചോദിച്ചത്? IMC പരിശോധന ഞാൻ പൂർത്തീകരിക്കട്ടെ. അമ്പലപ്പുഴ താങ്കളുടെ മണ്ഡലത്തിലുള്ള ആലപ്പുഴ മെഡിക്കൽ കോളേജിനെ കുറിച്ചാണ് ഞാൻ പറയുന്നത്. ഒരൊറ്റ മിനിറ്റ് അബിൻ, ഒരൊറ്റ മിനിറ്റ്. അതായത് ശ്രീ എസ്സലാം അദ്ദേഹത്തിന്റെ ഭാഗമെന്ന് പറയട്ടെ. ശ്രീ എസ്സലാം, എന്താണ് താങ്കൾ പറഞ്ഞത്? IMCയുടെ അപ്രൂവ് IMCയുടെ പരിശോധനയിൽ സ്വാഭാവികമായി എല്ലാ മെഡിക്കൽ കോളേജുകളിലും അവരുടെ പരിശോധനയിൽ ചൂണ്ടിക്കാണിക്കപ്പെടുന്ന ചില കുറവുകൾ നോട്ടായി ചൂണ്ടിക്കാണിക്കപ്പെടും. അത് സ്വാഭാവികമായി നോർമലി ചെയ്യുന്ന കാര്യം. LDA ഭരിച്ചാലും UDA ഭരിച്ചാൽ നോർമലി ചെയ്യുന്ന കാര്യം അതിന്റെ സ്റ്റേറ്റ്മെന്റ് പുറകെ കൊടുക്കും. ഇപ്പോ ഏതെങ്കിലും അംഗീകാരത്തിൽ പ്രശ്നം ഈ ആലപ്പുഴ ഏതെങ്കിലും മെഡിക്കൽ കോളേജിലുണ്ടോ? അല്ല ശ്രീ എസ്സലാം, അതായത് മെഡിക്കൽ കോളേജുകളിലെ സീറ്റുകളുടെ കാര്യത്തിൽ മാനദണ്ഡങ്ങൾ പാലിച്ചില്ല എന്ന് പറഞ്ഞുള്ള ദേശീയ മെഡിക്കൽ കമ്മീഷന്റെ ഇടപെടലിൽ പിഴ ചുമത്തിയ സംഭവമുണ്ട്. താങ്കൾക്ക് അറിയുമോ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിന്റെ കാര്യത്തിൽ? ഞാൻ പറയുന്നത് ഇപ്പോ നിലവിൽ എല്ലാ സീറ്റുകളിലും അപ്രൂവ്ഡ് ആണ്. ഇനി താങ്കൾ ചോദിച്ച ചോദ്യത്തിന് ഓപ്പറേഷന് വേണ്ടി വിളിച്ചപ്പോ അബിൻ വർക്കി പറഞ്ഞത് അതാണ് അബിൻ പറയാൻ പോകുന്നത്. അവർ മരണപ്പെട്ടു പോയി റിപ്ലൈ കിട്ടി. അതാണ് അബിൻ പറയാൻ പോകുന്നത്. അബിൻ പറയൂ. ഞാൻ ഇപ്പൊ പറയുവാണെന്ന് ഞാൻ ഉത്തരം പറയട്ടെ. കാർഡിയോളജി വിഭാഗത്തിൽ ബൈപ്പാസ് ശസ്ത്രക്രിയക്ക് ഏറ്റവും ആവശ്യമായ ഹാർട്ട് ലങ് യന്ത്രം ഒരെണ്ണമായിരുന്നു ഉണ്ടായിരുന്നത്. മറ്റൊരെണ്ണം കൂടി വന്നു. അത് കാരണം 2024 ഒക്ടോബർ മാസം തൊട്ട് ഡിസംബർ മാസം വരെ അവിടെ ബൈപ്പാസ് ശസ്ത്രക്രിയ നടത്താൻ സാധിച്ചില്ല. പിന്നീട് ഈ യന്ത്രം വന്നു കഴിഞ്ഞ് 2025 ആലപ്പുഴ മെഡിക്കൽ കോളേജിൽ നിന്ന് അന്ന് രജിസ്റ്റർ ചെയ്ത ബൈപ്പാസ് ചെയ്യാനുള്ള രോഗികളെ വിളിച്ചപ്പോൾ അതിൽ 4 പേർ മരണപ്പെട്ടു എന്ന ഉത്തരം കിട്ടി.
ഇത് കൃത്യമായ വിവരമാണ്. കേരളത്തിലെ മുഴുവൻ മാധ്യമങ്ങളും റിപ്പോർട്ട് ചെയ്തതാണ്. നിങ്ങളുടെ HDC യോഗത്തിൽ റിപ്പോർട്ട് ചെയ്ത വിവരത്തെ കുറിച്ചാണ് ഞാൻ ഈ പറയുന്നത്. എന്താ സംശയമുള്ള ഇപ്പോ HDC യോഗത്തിൽ അല്ലല്ല അബിൻ വർക്കി പറഞ്ഞ കാര്യം HDC യോഗത്തിൽ റിപ്പോർട്ട് ചെയ്യപ്പെട്ടതാണ് എന്ന് പറഞ്ഞാൽ അത് ഔദ്യോഗികമായ രേഖകളിൽ ഉള്ളതാണ് എന്നാണല്ലോ അല്ലെ അബിൻ വർക്കി പറഞ്ഞത്? ഔദ്യോഗികരേഖയിലില്ല. ഞാൻ പറയുന്നു ഇപ്പോൾ അടക്കം NMC ഒരു പ്രധാനപ്പെട്ട കൺസേൺ എന്താ പറഞ്ഞതെന്നറിയോ? ആലപ്പുഴ മെഡിക്കൽ കോളേജിൽ ഇന്ന് ഇപ്പോൾ ആഴ്ചയിൽ 2 ബൈപ്പാസേ നടക്കുകയുള്ളൂ. കാരണം 30 സ്റ്റാഫ് വേണ്ടടുത്ത് 10 സ്റ്റാഫേ ഉള്ളൂ. അത് NMCയുടെ പ്രധാനപ്പെട്ട നോട്ടീസിലെ ഒരു പ്രധാനപ്പെട്ട കാര്യമാണ്. ഇദ്ദേഹത്തിന്റെ ആലപ്പുഴ മെഡിക്കൽ കോളേജിലെ കാര്യമാണ് ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. എന്താ സംശയമുള്ളേ? ഞാൻ അതിന്റെ രേഖ ഇപ്പോ ഗോപികൃഷ്ണൻ അയച്ചിട്ടുണ്ടോ? ഗോപികൃഷ്ണൻ വായിച്ചു. അത് തന്നെയാ ഞാൻ പറഞ്ഞേ. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞേ. എന്താണ് ഈ പറയുന്നത് ശ്രീ എച്ച് സലാം? എന്താണ് എച്ച് സലാം പറയുന്നത്? ശ്രീ എച്ച് സലാമിനോട് ഡയറക്റ്റ് ആയിട്ടൊരു ചോദ്യം, താങ്കൾ പെട്ടെന്ന് മറുപടി പറയണം, സമയം തീരാറായി. അതുകൊണ്ടാണ് ശ്രീ എച്ച് സലാം, ഒറ്റ കാര്യം, ഈ സംഭവങ്ങൾ അതായത് തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ ഹാരിസിന്റെ തുറന്നു പറച്ചിലിനെ തുടർന്നുണ്ടായ സാഹചര്യവും കോട്ടയത്തെ സംഭവം, ഇത് സർക്കാരിന് എന്തെങ്കിലും തിരുത്താനുണ്ട് എന്ന ഒരു സന്ദേശം സർക്കാരിന് ലഭിക്കുന്നുണ്ടോ? പെട്ടെന്ന് താങ്കൾ മറുപടി പറഞ്ഞാൽ ഈ ചർച്ച അവസാനിപ്പിക്കും. ഗോപികൃഷ്ണ, ഇത്തരം സംഭവങ്ങൾ ഏത് കാലത്തുണ്ടായാലും നമ്മൾ കാണേണ്ട ഒരു കാര്യം, അത് പൊളിറ്റിക്കലായ ഒരു പ്രശ്നമായിട്ടല്ലല്ലോ നമ്മൾ പരിഗണിക്കണോ? ഒരു രാഷ്ട്രീയ ആയുധമായിട്ട് ഉപയോഗിക്കാൻ പാടുള്ളൂ ഇങ്ങനെയുള്ള അപകടങ്ങൾ. ഉണ്ടാവുന്ന പ്രശ്നങ്ങൾ ന്യൂനതയുണ്ടെങ്കിൽ, നമ്മുടെ സിസ്റ്റത്തിന് പ്രയാസമുണ്ടെങ്കിൽ ആ പ്രയാസം പരിഹരിക്കുക എന്ന പോസിറ്റീവായ സമീപനം തന്നെയാണ് സർക്കാരിന്റെ ഭാഗത്തുള്ളത്. അല്ല സാർ, പക്ഷേ ആ പോസിറ്റീവായ സമീപനം ഡോക്ടർ ഹാരിസിന്റെ കാര്യത്തിലുണ്ടോ? ശരിയാണെന്ന് പറയാൻ സലാം സാർ, പോസിറ്റീവായ സമീപനം ഹാരിസിന്റെ കാര്യത്തിലുണ്ടോ? നിശ്ചയമായി ഞാൻ പറഞ്ഞു, ഹാരിസിന്റെ കാര്യം ഒരു കേസ് പറഞ്ഞപ്പോ അതേ ദിവസം 3 ഓപ്പറേഷൻ നടന്ന ഹോസ്പിറ്റലാണെന്ന് ഭാഗം കൂടി സ്വാഭാവികമായിട്ട് നിങ്ങൾ പറയണം. അല്ലല്ല, ഡോക്ടർ ഹാരിസിനെതിരെ നടപടി ഉണ്ടാകുമോ ഇല്ലയോ? അല്ലല്ല, ഡോക്ടർ ഹാരിസിനെതിരെ നടപടി ഉണ്ടാകുമോ ഇല്ലയോ? സർക്കാരിന്റെ സമീപനം എന്താണ്? അത് സ്വാഭാവികമായിട്ട് ആ റിപ്പോർട്ടിനെ അടിസ്ഥാനമാക്കിയിട്ടല്ലേ ഒരു ഗവൺമെന്റ്. ശരി, ഏതായാലും റിപ്പോർട്ടുകൾ വരട്ടെ. ശ്രീ എച്ച് സലാം, കേരളത്തെ സംബന്ധിച്ച് കേരളത്തിന്റെ ആരോഗ്യ മേഖലയിലെ പുഴുക്കുത്തുകളും പ്രശ്നങ്ങളും പോരായ്മകളും ഉണ്ടെങ്കിൽ അത് പരിഹരിക്കണം. അതിന് ഉത്തരവാദിത്തപ്പെട്ടത് സർക്കാരാണ്. ജനകീയ സർക്കാരാണെങ്കിലും ഇടതുപക്ഷ സർക്കാർ എന്ന നിലയിലും ഈ കാര്യങ്ങളിൽ അനുതാപത്തോടെ ഇടപെടാൻ കഴിഞ്ഞില്ലെങ്കിൽ അത് വിമർശനങ്ങളെ ക്ഷണിച്ചു വരുത്തും. അതിനെ നുണപ്രചാരണം എന്ന നിലയിൽ ചിത്രീകരിച്ചതുകൊണ്ട് കാര്യമാകുന്നില്ല. കേരളത്തിന്റെ പൊതുസമൂഹത്തിൽ നിന്ന് ഉയരുന്ന ചോദ്യങ്ങളിൽ നിന്ന് സർക്കാരിന് ഒളിച്ചോടാനും കഴിയില്ല. ഈ ചോദ്യങ്ങൾക്ക് പരിഹാരം കണ്ടെത്താനുള്ള ആത്മാർത്ഥമായ ഇടപെടൽ സർക്കാരിൽ നിന്നുണ്ടാകട്ടെ എന്ന പ്രതീക്ഷ ബാക്കി വെച്ച് ഈ ചർച്ച പൂർത്തിയാക്കുന്നു. എൻകൗണ്ടർ ഇന്നിവിടെ പൂർത്തിയാവുകയാണ്. മറ്റൊരു വിഷയമായി നാളെ ഇതേ സമയം. ഗുഡ് നൈറ്റ്.